പ്രത്യേകിച്ച് എന്താവണം അങ്ങനെ ഒരു എയിമും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു +2 ഒക്കെ പഠിക്കുന്ന സമയത്ത്. ആകെ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു 78% മാർക്കാണ്. +2 ഞാൻ സയൻസ് ആണ് എടുത്തത്. ആകെ എനിക്ക് A+ ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഹിന്ദി മാത്രമാണ്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാത്രമായിരുന്നു. പിന്നെ കെമിസ്ട്രി എനിക്ക് C+. പിന്നെ ബയോളജി പോലും സയൻസ് ഈ നഴ്സിംഗ് ഫീൽഡ് എടുത്തിട്ടും അത്രയും എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ആകെ മാത്സ് മാത്രമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് +2ന്റെ ഞാൻ വേറെ കോച്ചിങ്ങിനോ ട്യൂഷനോ അങ്ങനെ ക്ലാസ്സിനോ ഒന്നും പോയിട്ടില്ല. അപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും പോകുന്ന പോലെ +2 കഴിയണം, വല്ല ഡിഗ്രിക്കൊക്കെ പോകണം, അങ്ങനെ എന്തെങ്കിലും കിട്ടും അതിന് പോകണം എന്നുള്ളൊരു ധാരണയൊക്കെ ആയിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞു. പക്ഷെ ഞാൻ എല്ലാ ഇതിനും അപ്ലൈ ചെയ്തു. പോളി കൊടുത്തു, ഡിഗ്രി എല്ലാ സബ്ജക്റ്റും BA തൊട്ട് BSc വരെയുള്ള എല്ലാ സബ്ജക്റ്റും കൊടുത്തു. പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ മാർച്ചിൽ നമ്മൾ കഴിഞ്ഞിറങ്ങിയിട്ട് പിന്നെ ഞാനൊരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോ പ്രൈവറ്റിലൊക്കെ പോയി പഠിക്കാനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടില് ഏട്ടൻ ഓൾറെഡി പ്രൈവറ്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവന്റെ ഫീസ് ഇതൊക്കെ അച്ഛനും അമ്മയ്ക്കും ഓൾറെഡി അങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ബേക്കറിയിൽ അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെടും. ഞാൻ വേറെ പ്രത്യേകിച്ച് കോഴ്സിനൊന്നും ചേർന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, ജനറൽ നഴ്സിംഗ് ഒക്കെ വിളിക്കാന്ന് പറയുന്നത് വർഷത്തിൽ അവസാനത്തേക്കായിരിക്കും. ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിനാണ് പൊതുവെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതേപോലെ തന്നെ അവസാനം ഞാൻ ഒന്നിനും പോകുന്നില്ല, നിർത്തി. ഇനിയിപ്പോ ഒരു വർഷം പോയി അടുത്ത വർഷം എന്തെങ്കിലും നോക്കാം, പ്രൈവറ്റിലൊക്കെ എന്തെങ്കിലും ജോലിക്ക് പോയി എന്തെങ്കിലും പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കയറാന്ന് കരുതിയ സമയത്താണ് എനിക്ക് ജനറൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ പിന്നെ എല്ലാവരും ഫോഴ്സ് ചെയ്തു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഫോഴ്സ് ചെയ്തു. പക്ഷെ ഞാൻ പോയി ജോയിൻ ചെയ്തു. അന്ന് വെയിറ്റിംഗ് ലിസ്റ്റിൽ 11ാമത്തെ ആളായിരുന്നു ഞാൻ. അങ്ങനെ എന്റെ ഫ്രണ്ടിലുള്ള ആർക്ക് എന്തോ ഒരു മെഡിക്കൽ റീസൺ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് കിട്ടിയത്. അങ്ങനെ ജസ്റ്റ് എൻ്റർ ആയി. പക്ഷെ പിന്നെ എന്തോ എനിക്ക് അത് പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം അത്രയും ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. ഞാൻ +2 കഴിയുന്ന സമയത്ത് ഒന്നിനും കിട്ടിയില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ വീട്ടുകാരും കുടുംബക്കാരും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ നഴ്സിംഗ് അങ്ങനെ ജനറൽ നഴ്സിംഗ് കിട്ടിയതല്ലേ, നമുക്ക് അങ്ങനെ ഗവൺമെന്റിൽ കിട്ടി. പിന്നെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. തേർഡ് ഇയറിലാകുമ്പോൾ സ്റ്റൈപ്പൻഡ് ഒക്കെ ഉണ്ടാവും, സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ കരുതി പോയി ജോയിൻ ചെയ്തു. അങ്ങനെ ജനറൽ നഴ്സിംഗ് അങ്ങനെ കുഴപ്പമില്ലാതെ ഞാൻ അങ്ങനെ പഠിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയ സമയത്താണ് ഞങ്ങൾക്ക് 2 സാറുമാർ വന്നത്, അനീസ് സാറും അജീഷ് സാറും. അങ്ങനെ അവരിങ്ങനെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ശരിക്കും പഠിക്കണം, നഴ്സിംഗ് പഠിച്ച് അങ്ങനെയൊക്കെ ആവാൻ പറ്റും, ഇന്ന ഫീൽഡിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ കാര്യമായിട്ടുള്ളൊരു മെന്റർഷിപ്പ് തന്നത് എന്ന് പറയുന്നത് അവരാണ്. അങ്ങനെ സെക്കൻഡ് ഇയർ തൊട്ട് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ മെഡിസർജ് പോലത്തെ സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ അവിടെ പോയി വർക്ക് ചെയ്ത് നമ്മൾ ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന സമയത്ത് കുറെ കൂടി സാധനങ്ങൾ പിന്നെ നമുക്ക് കുറച്ച് റെസ്പെക്ട് ഇതൊക്കെ കിട്ടി തുടങ്ങി. ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു വന്നത് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ ആ ഒരു സമയത്തൊക്കെ ആയപ്പോഴാണ്. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അത് കോഴ്സ് കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറണം. അത്ര നല്ലൊരു മോട്ടിവേഷൻ അനീസ് സാറൊക്കെ എസ്പെഷ്യലി ഇതിൽ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും സാറൊക്കെ. സോ എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ എങ്ങനെയെങ്കിലും കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു PSCയിൽ എങ്ങനെയും ഒരു കേരള PSC ആ ഒരു സമയത്ത് എക്സാം വരുന്നുണ്ട് എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ എങ്ങനെയും കയറണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ചെറിയൊരു ഏജിൽ തന്നെ നമുക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാറുള്ള ചെറിയ കാര്യമല്ലോ. കാരണം ജനറൽ നഴ്സിംഗ് പോലത്തെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോൾ അത്രയും ഞാൻ അതിന് വേണ്ടിയായിട്ട് കോഴ്സ് കഴിഞ്ഞു. 2019 ലാസ്റ്റ് കോഴ്സ് കഴിഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഞാൻ ഡെയിലി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ ഫെബ്രുവരി ഒക്കെ ആയ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്തപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. എക്സാം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഏജ് എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അത് അത്രയും കാലം അറിയില്ലായിരുന്നു. ആരും അങ്ങനെ പറഞ്ഞതും നമ്മൾ ഇതുവരെ ഞാൻ PSC ഒന്നും അപ്ലൈ ചെയ്തില്ല. അതിന് വേണ്ടിയിട്ടാണ് PSC രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം, ഒരു ഏജ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നോർമലി +2 കഴിഞ്ഞു, അത് കഴിഞ്ഞ് നഴ്സിംഗ് കഴിഞ്ഞു, റെഗുലർലി ഞാൻ വന്നു പോകുന്നതാണ്. പക്ഷെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ആ ജനുവരിയിൽ എന്തോ 21 ഇയേഴ്സ് കംപ്ലീറ്റ് ആവണം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാരണം എനിക്ക് ആ ഫസ്റ്റ് DHS എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. എന്റെ ക്ലാസ്സിൽ കുറെ പേര്, അപ്പൊ ഞങ്ങൾ അതിന് കുറെ നിവേദനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തു. പക്ഷെ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഇനിയും മുന്നോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അത് റിജക്റ്റ് ആയിപ്പോയി. പിന്നെ
അപ്പോ ആകെ ഒരു ഡൗൺ ആയി. കാരണം പിന്നെ ഞാൻ കോച്ചിങ്ങിനൊന്നും പോയൊന്നുമില്ല. കാരണം അതെങ്ങനെയും കയറണം എന്നുള്ള ഭയങ്കര അത്രേ ഉള്ളായിരുന്നു. പിന്നെ മുന്നോട്ട് എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞു. അപ്പോഴാണ് കോവിഡ് സ്റ്റാർട്ട് ആയത്. കോവിഡ് വന്നു. അങ്ങനെ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കോവിഡ് ഡ്യൂട്ടിക്ക് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവിടെ പോയി. അങ്ങനെ ഒരു 10 months അവിടെ വർക്ക് ചെയ്തു. ഒരു ഡിസംബർ വരെ കോവിഡ് ഡ്യൂട്ടി അവിടെ കോവിഡ് ഡ്യൂട്ടി എടുത്തു. ആ ഒരു സമയത്താണ് പോസ്റ്റ് ബേസിക് എക്സാം ഉണ്ടായിരുന്നത്. പോസ്റ്റ് ബേസിക് എക്സാം ജസ്റ്റ് ഞാൻ എഴുതി. ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി. പക്ഷെ അത് കിട്ടി. എന്തോ ഒരു ഭാഗ്യത്തിന് അത് കിട്ടി. പിന്നെ ഞാൻ ഓൾറെഡി PSC ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഇതും പിന്നെ ജനറൽ നഴ്സിംഗ് എന്തോ ബേസിക് ആയിട്ടുള്ള അന്ന് വലിയ കുഴപ്പമുണ്ടായില്ല എക്സാം. അത് എന്തോ ഒരു ലക്കിന് കിട്ടി. അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോകണം എന്നുള്ള ഒരു അതൊന്നുമില്ല. ഇനി അങ്ങോട്ട് പഠിക്കുക അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ ഡ്യൂട്ടിക്ക് പോയി കുറച്ച് പൈസ സാലറി ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങും. ചെറിയ പ്രായത്തിൽ അങ്ങനെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു എങ്ങനെയായാലും ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ പോണ്ടാന്ന് കരുതി. പിന്നെ എന്റെ ഫ്രണ്ട്സിന് രണ്ടുപേർക്കും കിട്ടിയപ്പോ നല്ല രീതിയിൽ കുഴപ്പമില്ല പോയി ഇതാക്കാന്ന് കരുതി. അങ്ങനെ പോസ്റ്റ് ബേസിക്കിന് പോയി ജോയിൻ ചെയ്തു. എറണാകുളത്തായിരുന്നു. എറണാകുളം തന്നെ പോയി. അങ്ങനെ ഞങ്ങള് കുറച്ച് പേര് ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പോസ്റ്റ് ബേസിക് അത് കാര്യമായിട്ട് ഞാൻ അങ്ങനെ പഠിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ് ബേസിക് ഞാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു മൂഡിലാണ് അങ്ങനെ പോയത്. പിന്നെ ആ ഒരു സമയത്ത് DME എക്സാം വന്നു. പക്ഷേ ഞാനത് കാര്യമായിട്ട് പഠിച്ചു അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് അത് എഴുതിയെന്ന് മാത്രം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഹോമിയോ എക്സാം വന്നു. പക്ഷെ ഞാനത് പോയി അറ്റൻഡ് ചെയ്ത സമയത്ത് OMR എക്സാം ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ OMR ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ നമ്പർ തെറ്റി. അപ്പോൾ അത് എക്സാം എനിക്ക് വലിയ കുഴപ്പമുണ്ടായി നല്ലതായിട്ട് തോന്നി. പക്ഷെ അങ്ങനെ ആ എക്സാം രജിസ്റ്റർ നമ്പർ തെറ്റി. അപ്പൊ തന്നെ അറിയായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു OMR ഷീറ്റിന് ജസ്റ്റ് ഒരു ഔട്ടായി. അപ്പോ പേരെ ആ ലിസ്റ്റിൽ വന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല, കിട്ടുമൊന്നുമില്ല. ഇനി ഇപ്പോ ആ ഒരു ഇതൊന്നും വേണ്ട. പോസ്റ്റ് ബേസിക് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഉള്ളത് നോക്കാം. ഇനി പഠിക്കൊന്നും വേണ്ട. ആ ഒരു ഇതില് ഞാൻ പിന്നെ DMEക്ക് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്തതൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് വെറുതെ പോയി എഴുതി. അങ്ങനെ 2 വർഷത്തെ പോസ്റ്റ് ബേസിക് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ എല്ലാവരും ഓരോരോ എക്സാം കിട്ടി പോകാൻ തുടങ്ങി. ഞങ്ങളെ പോസ്റ്റ് ബേസിക് ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഗവൺമെന്റ് ജോലിയിൽ കയറി. മീൻസ് അപ്പോ ഞാൻ ചുറ്റിലും നോക്കുമ്പോൾ ആരുമില്ല. എല്ലാവരും മുമ്പത്തെ ഫസ്റ്റത്തെ എനിക്ക് സ്കിപ്പായി പോയ DHS എക്സാം കിട്ടിയവർ ഒരുപാട് പേര്, ഹോമിയോ കിട്ടിയവർ ഒരുപാട് പേര്, അതിന്റെ ഇടയ്ക്ക് ഒരു ദേവസ്വം ബോർഡിന്റെ എക്സാം വന്നു, അത് കുറെ പേർക്ക് കിട്ടി. എയിംസ് കിട്ടിയവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ചുറ്റിലുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര്. ഇപ്പൊ ഞാൻ വെറുതെ GNM പഠിച്ചതും PSC എന്നുള്ള സ്വപ്നം കണ്ടതും ഒക്കെ വെറുതെ ആയല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ആകെ ഡൗൺ ആയി. അപ്പൊ പിന്നെ ആ ഒരു സമയത്താണ് എയിംസിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ അതെന്തായാലും കൊടുക്കാന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴും അടുത്ത പണി പിന്നെയും വന്നു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പോസ്റ്റ് ബേസിക്കിന്റെ രജിസ്ട്രേഷൻ ആയില്ല. ആ ഒരു സമയത്താണല്ലോ മറ്റേ എന്താണ് പോസ്റ്റ് ബേസിക് 2000 ഞങ്ങൾ GNM കഴിഞ്ഞ ടൈമിലാണ് ശരിക്കും ഈ എയിംസും ബ്ലോക്ക് ആയത്. കാരണം GNM വിത്ത് 2 years എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ BSc ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ എയിംസ് ഒക്കെ വന്നായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ആക്കിയിട്ടില്ല. പോസ്റ്റ് ബേസിക് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ അവിടെ എന്തോ കുവാസിന്റെ എന്തോ സർട്ടിഫിക്കറ്റോ ആൻസർ എന്തോ വെരിഫിക്കേഷനോ എന്തോ പറഞ്ഞിട്ട് ഞങ്ങൾ അത് ലാഗായി. രജിസ്ട്രേഷൻ കിട്ടിയില്ല. നോട്ടിഫിക്കേഷൻ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയി കിട്ടിയത്. അങ്ങനെ അതും പോയി. അപ്പൊ പിന്നെ ആകെ ശരിക്കും ഡൗൺ ആയി. ശരിക്കും ഏതെങ്കിലും പ്രൈവറ്റിൽ എവിടെയെങ്കിലും പോവാം. അങ്ങനെ ഞാൻ വീടിന്റെ അടുത്താണ് MBR ക്യാൻസർ സെന്റർ കോഴിക്കോട്, കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അവിടെ പോയി ഇത് സർട്ടിഫിക്കറ്റ് ഇത് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ ഇരുന്നപ്പോ ഞാൻ അങ്ങനെ അത്രയും പക്ഷെ താല്പര്യമില്ല. പോയിപ്പോ പെട്ടെന്ന് പ്രൈവറ്റിലേക്ക് പോയി അങ്ങനെ ഇതാക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ വേറെ വഴിയൊന്നുമില്ല. ഒരു 1 year എക്സ്പീരിയൻസ് ആക്കി പുറത്തേക്കൊക്കെ പോവാം. എക്സ്പീരിയൻസ് ഇല്ലാതെ ഇപ്പൊ എന്തായാലും പുറത്ത് പോയിട്ടും കാര്യമില്ല. അപ്പോ ഒരു കണ്ടിന്യൂസ് 1 year എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ആക്കിയിട്ട് പോവാന്നുള്ള ധാരണയിൽ നിന്നപ്പോ പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞു, എന്തായാലും നോക്ക്, ഞാൻ പഠിച്ചതല്ലേ, അങ്ങനെ കളയണ്ട, പൈസക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം അങ്ങനെ പറഞ്ഞിട്ട് അമ്മ കുറച്ച് അമ്മന്റെ ഒരു മാലയൊക്കെ എനിക്ക് വേണ്ടി പണം വെച്ച് തന്നു. അങ്ങനെ ഞാൻ അവിടുന്നാണ് പിന്നെ ഞാൻ വേണ്ട, എന്തായാലും പ്രൈവറ്റ് പോകുന്നില്ല, എന്തായാലും ഞാൻ ഒന്ന് പഠിച്ചു നോക്കട്ടെ, അടുത്ത എക്സാം എങ്കിലും ഒന്ന് എഴുതി നോക്കട്ടെ. കാരണം ആ ഒരു എക്സാം ഏപ്രിലുള്ള എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. നോർസെറ്റ് എവറി 6 months കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത എക്സാം എന്തായാലും എഴുതി നോക്കാം. ഒരു തവണയും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ബാക്കി നോക്കാൻ കരുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അങ്ങനെ ഞാൻ അവിടുന്ന് പഠിക്കാൻ തുടങ്ങി. അത് ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ക്ലാസ് പോകുമായിരുന്നു. ഡെയിലി ഒരു 500 ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്ത് അതിന്റെ കൂടെ എന്റെ പരിപാടികളെല്ലാം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കി ഞാൻ എന്താക്കി, കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോണിൽ, കുറച്ച് ടെലിഗ്രാമിൽ ഫ്രീ ചാനലൊക്കെ ഒരുപാട് നമുക്ക് കിട്ടാണ്ട്. ഞാൻ അതിൽ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ എന്റെ ഫസ്റ്റ് നോർസെറ്റ്
അങ്ങനെ നോർസെറ്റ് വന്നപ്പോൾ പറഞ്ഞ എക്സാം ആണെങ്കിൽ അത്യാവശ്യം നല്ല ടഫായിരുന്നു. പക്ഷെ അത് കിട്ടുന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ ഇത് ജനറൽ നോളജ്, അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതിലൊക്കെ ഞാൻ കുറച്ച് വീക്കാണ്. നഴ്സിംഗ് പിന്നെയും അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഞാൻ അത്യാവശ്യം ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഞാൻ പറഞ്ഞില്ല, അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വന്ന സമയത്ത് എനിക്കത് തൊടാൻ പറ്റില്ല. ആകെ 20 ക്വസ്റ്റ്യൻ ഉണ്ടായാൽ ഞാൻ ആകെ അറ്റൻഡ് ചെയ്തത് അഞ്ച് ക്വസ്റ്റ്യനോ അങ്ങനെ എന്തോ ആണ്. അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് നടക്കില്ല. പക്ഷെ പ്രിലിംസ് റിസൾട്ട് വന്ന സമയത്ത് ജസ്റ്റ് ഒരു മാർക്കിന് ഞാൻ എൻ്റർ ആയി. ആൻസർ കീ നോക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ശരി, ആപ്റ്റിറ്റ്യൂഡിൽ ആകെ ഒരു ശരി, 5 ആകെ കുത്തിയിട്ടുള്ളൂ. അതിൽ ഒന്ന് മാത്രമേ ശരിയായത്. ബാക്കിയൊക്കെ നഴ്സിംഗിന്റെ മുകളിൽ എങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞു. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അത്യാവശ്യം കുറച്ച് എൻക്ലസ് ക്വസ്റ്റ്യൻസ്, അതായത് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഒന്ന് നോക്കി ഞാൻ മെയിൻസ് അറ്റൻഡ് ചെയ്ത സമയത്ത്. പക്ഷെ മെയിൻസിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ഫുള്ളി 100 ക്വസ്റ്റ്യൻസും നഴ്സിംഗിലാണല്ലോ വരുന്നത്. അപ്പൊ അത് വലിയ കുഴപ്പമുണ്ടായില്ല. അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കിട്ടും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷ വന്നു. അങ്ങനെ നോർസെറ്റ് റിസൾട്ട് വന്നപ്പോൾ കിട്ടി. ഞാൻ സൗത്തിൽ ഏറ്റവും ഫസ്റ്റ്, നമ്മൾ സൗത്തിൽ ഏറ്റവും അടുത്ത് വരുന്നത് മംഗലഗിരിയാണ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് തന്നെ മംഗലഗിരി ആയിരുന്നു. അപ്പോൾ അതിനെ വിചാരിച്ച സ്ഥലം, പിന്നെ ഫ്രണ്ട്സ് ഒന്ന് രണ്ടാൾ അറിയുന്ന ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയി ഒരാളെടുത്ത് വെച്ചിട്ട് എയിംസിൽ കിട്ടി. അപ്പോഴാണ് മീൻസ് നമ്മൾ പഠിച്ചാൽ വെറുതെ ആവില്ല, കാര്യം ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നൽ വന്നത് അപ്പോഴാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് എന്താണ്, പണ്ട് വന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് 3 മന്ത്സിന്റെ സാലറി ഒരുമിച്ചാണ് ഇവിടെ വന്നത് ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ആ മാറിയ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തു കൊടുത്തു. എനിക്ക് അത്യാവശ്യം ഒന്ന് നിൽക്കാനായിട്ട് എന്നുള്ളൊരു രീതിയിലേക്ക് ആയി. കാരണം നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പൊക്കി പറയല്ല ഒരിക്കലും, പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. കാര്യം വെച്ചാല് ഞാൻ അങ്ങനെ കാര്യമായിട്ട് വലിയൊരു സാലറി കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു നെറ്റ് സാലറി എന്ന് പറയുന്നത് ടോട്ടലി എബോവ് 1 lakh വരുന്നുണ്ട്. അപ്പോ അതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും അത് ചെറിയ കാര്യമല്ല. എല്ലാം അച്ചീവ് ചെയ്തു അല്ല വലിയതായി അങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ അന്ന് അങ്ങനെ ഒരു ഡൗൺ ആയി പോയി. പിന്നെ അവിടുന്ന് ജസ്റ്റ് എന്തോ ഒരു ഇതിനെ ഞാൻ പോയി പഠിച്ചു. ആ ഒരു ഇത് ശരിക്കും നല്ലൊരു തീരുമാനമായി എന്ന് ശരിക്കും എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാല് മെഡിക്കല്, അതായത് എന്തെങ്കിലും വീട്ടിലോ നമ്മുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എപ്പോ ആർക്ക് എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അസുഖങ്ങളോ എന്ത് കാര്യങ്ങളും വരാം. അപ്പൊ ആ ഒരു തരത്തിലുള്ള നമുക്ക് എല്ലാവിധ സെക്യൂരിറ്റിയും കിട്ടും. പിന്നെ നമ്മളെ കടം വാങ്ങുന്നത്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരില്ല എങ്ങനെ പോയാലും. ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരു സ്വപ്നമായിരിക്കും. അപ്പോ ഞാൻ വിങ്സിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാനും അത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാനൊരു മീൻസ് ആ ഒരു ലോ സ്റ്റാൻഡേർഡിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ്. കാരണം ഞാൻ പഠിച്ചതും അത്രയും ബേസിക്സ്, ജനറൽ നഴ്സിംഗ് പഠിച്ചു, പിന്നെ പോസ്റ്റ് ബേസിക് എടുത്തു, അങ്ങനെ വന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഞാൻ അങ്ങനെ ഒരു ഇതിന്ന് വന്നതാണ്. അപ്പോ ഈ ഓൺലൈൻ ഇപ്പൊ വിങ്സിൽ എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്, ഇങ്ങനെ ഒരു കോച്ചിങ്ങിൽ വന്നിട്ടുള്ള ആൾക്കാർ എന്തായാലും അത്രയും വലിയൊരു കാര്യങ്ങളും അത്രയും ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളായിരിക്കും. പിന്നെ പഠിക്കണം എന്ന് എന്തായാലും ഗവൺമെന്റ് ജോലിയിൽ എങ്ങനെയായാലും കയറണം എന്ന് അത്രയും മോട്ടീവുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അഡ്മിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി വരണം. ഞാൻ അത്ര ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല. പക്ഷെ എനിക്കും ഞാൻ പഠിച്ചു വന്ന കുറെ വഴികള്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്ന രീതി, അതൊക്കെ മറ്റുള്ളവർക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ, അല്ല എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോ എനിക്കത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവുകയാണെങ്കിൽ എങ്ങനെയും നല്ല കാര്യമല്ലേ എന്ന് കരുതി. അപ്പൊ ഞാൻ എന്തായാലും വരും, ഫാക്കൽറ്റി പാനലിൽ ഞാനും ഉണ്ടാവും എന്തായാലും ഉറപ്പ് പറഞ്ഞു. അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പൊ പറഞ്ഞാല് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ ലൈഫിൽ ചിലപ്പോൾ അതേപോലെ ഒരു മെന്റർഷിപ്പിന്റെ കുറവാവാം, ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളാവാം. അപ്പോ എന്ത് കാര്യമായാലും പഠിക്കാൻ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുക, അത്ര തന്നെ ചെയ്യാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഇപ്പം ഇതിന്റെ വെബിനാർ കണ്ടക്ട് ചെയ്ത് അഭിജിത്തേട്ടൻ കണ്ടക്ട് ചെയ്തിരുന്നു. അഭിജിത്തേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ കാര്യമില്ല. ഒരിക്കലും നമുക്ക് എളുപ്പത്തിൽ കിട്ടൂല. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയിരുന്ന് പഠിക്കുക തന്നെ വേണം. അപ്പോ എല്ലാവരും ഇപ്പോ DME നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, എല്ലാവർക്കും അറിയാം. January 15 വരെയുള്ളൂ. എല്ലാവരും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോ DME കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ആലോചിക്കുക, JPHN എക്സാമ്പിൾ വന്നിട്ടുണ്ട്. JPHN സ്റ്റേറ്റ് വൈഡ് 469, 470 അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ്. GNM-നും BSc ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ് JPHN. സോ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ DME കൂടെ അതുകൂടി അപ്ലൈ ചെയ്യുക. JPHN പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ മാത്രം വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോമിയോ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കാറ്റഗറി കാര്യങ്ങളൊക്കെ വിങ്സിന്റെ ന്യൂസ് ഗ്രൂപ്പിൽ ഇടാം. സോ അതൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. സാലറി
JPH എന്ന് പറയുന്നത് നഴ്സിംഗ് ഓഫീസറിനെക്കാട്ടും സാലറി സ്കെയിൽ താഴെയായിരിക്കും. പക്ഷെ അതൊന്നും നോക്കരുത്. ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എപ്പോഴും അത് നമുക്ക് തരുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് വലുതാണ്. സോ എന്തായാലും എല്ലാവരും അത് അപ്ലൈ ചെയ്യുക. എക്സാമിനൊക്കെ അപ്ലൈ ചെയ്താൽ ഓൾറെഡി നമ്മൾ ലേറ്റ് ആണെന്നുള്ള ആലോചിക്കും. കാരണം 4 വർഷത്തെ കോഴ്സാണ് നഴ്സിംഗ്. അപ്പോൾ ആ ടോട്ടൽ നഴ്സിംഗിനെ നമ്മൾ കംപ്രസ് ചെയ്ത് കണ്ട് ഇത്രയും ഷോർട്ട് പീരീഡ് കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യണത് എന്താ വെച്ചാൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വരുന്ന ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് പോവുക. അതിന്റെ കൂടെ തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോവുക. ആ ഒരു റുട്ടീനിൽ തന്നെ ആയിരിക്കും എപ്പോൾ എങ്ങനെ പോയാലും ഇതാവുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു DME ആയാലും DHS ആയാലും ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 മാർക്ക് കിട്ടുന്നവരാരും ഇല്ല. ഒരു കട്ട് ഓഫ് വരുന്നത് 40, 44, 45, 50 ആ ഒരു എക്സാമിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടായിരിക്കും. എന്നാലും ഇനിയിപ്പോൾ എളുപ്പമുള്ള എക്സാമാണ്. കഴിഞ്ഞ DMEന്റെ എക്സാം ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, ബേസിക്സ് ആണ് ചോദിച്ചത്, എന്നിട്ടും അതിന്റെ ഒരു കട്ട് ഓഫ് വരുന്നത് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോ നമ്മളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. 100% ഉറപ്പാണ്. നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ 100% DME കിട്ടും. ഒരു സെൻട്രൽ എക്സാം എടുത്ത് നോക്കുന്ന സമയത്ത് DME എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എയിംസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻഷുറൻസ് എഴുതി, മറ്റേ സ്പോർട്സ് മെഡിസിന്റെ എക്സാം എഴുതി, ഹോമിയോ എഴുതി, ഇപ്പൊ കഴിഞ്ഞ DHS എഴുതി. എല്ലാത്തിലും ഞാൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എയിംസ് എനിക്ക് കൂടുതൽ കംഫർട്ടായി തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു ടൈമാണ് ആ ഒരു പഠിച്ച് നമ്മളൊരു ലെവലിലേക്ക് മീൻസ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള നമ്മൾ അതിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് ഒരു പഠിച്ച് നമ്മൾ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൗൺ ആവില്ല. അപ്പോൾ നമ്മൾ വേണ്ടത് പറഞ്ഞാല് അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക, ഇരിക്കുക. മാക്സിമം ഇപ്പോൾ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. കാരണം ഇനിയിപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ വന്നു കഴിഞ്ഞു. ജൂലൈ ടു സെപ്റ്റംബർ, ജൂലൈ തന്നെ കണക്കാക്കുക. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള ടൈമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു മെയ്യിൻ്റെ ഉള്ളിലൊക്കെ കവർ ചെയ്താൽ ഒരു 1 മന്ത് നമുക്ക് റിവിഷൻ എന്നുള്ള രീതിയിലൊക്കെ, അപ്പോൾ മാക്സിമം ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോവുക. ജൂലൈ തന്നെ മാക്സിമം എക്സാം എക്സ്പെക്ട് ചെയ്യുക, പഠിച്ചു പോവുക. സെൻട്രലൊക്കെ എക്സാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്നത് അത്ര വലിയ കോമ്പറ്റീഷൻ ഒന്നും അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ DMEന്റെ തന്നെ 1800 ലിസ്റ്റ്. ഇപ്പൊ എത്ര പെട്ടെന്ന് ആ ലിസ്റ്റ് പോയതും നോക്കിയാൽ നിയർ ബൈ 1000 എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓൾറെഡി വിളിച്ചിട്ട് DME നല്ല രീതിയിൽ വിളിക്കുന്ന എക്സാം ആണ്. ഒരിക്കലും DHS പോലെയല്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് വിളിക്കും. എപ്പോഴും വേക്കൻസീസ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഓരോരോ മെഡിക്കൽ കോളേജുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ പുതിയത് വരുന്നത് പറഞ്ഞാല് എത്ര 1000 നിയർ ബൈ 800 or 1000 അങ്ങനത്തെ വേക്കൻസി ഇട്ടിട്ട് ലിസ്റ്റിലുള്ള എല്ലാവരെയും എടുക്കുന്ന രീതിയിലുള്ള ലിസ്റ്റ് അപ്ഡേഷൻസ് ആണ് വരുന്നതെന്ന് ആലോചിക്കാം. പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോ പോകുന്തോറും നമുക്ക് സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ഓരോരോ മോഡിഫിക്കേഷൻസ് വരികയാണ്. ഇപ്പൊ DHS ഇപ്രാവശ്യം തൊട്ട് ഇന്റർവ്യൂ കൊണ്ടുവന്നു. അപ്പൊ അതിൽ നമുക്ക് ഒരു മാർക്ക് നമ്മളെ റാങ്ക് എത്രയോ 100, 50, 100 എത്ര വേണമെങ്കിലും ബാക്കോട്ട് വരാം. സോ അത് നമ്മൾ ചിന്തിക്കണം. ബാക്കി മുന്നോട്ട് ഈ സമയം നമ്മൾ കളയുന്നതിനനുസരിച്ച് ഓരോരോ അപ്ഡേഷൻസ് എക്സാമിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് കയറുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓരോരോ മാറ്റങ്ങൾ എക്സാമിന് വന്നുകൊണ്ടിരിക്കും. DHSന് വന്നതുകൊണ്ട് ഇനി DMEക്ക് എന്തായാലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ ഇനി ഇപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഇപ്പോൾ 2026 ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ആലോചിക്കണം 3 വർഷം കഴിഞ്ഞിട്ട് അടുത്ത DME എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുള്ളൂ. ഇപ്പൊ DHSന്റെ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഈ ഒരു മാസത്തിന്റെ ഉള്ളിലാണ് നമുക്ക് DHSന്റെ ഇത് വന്നത്. ഇനി 2 വർഷം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവുള്ളൂ. 3 വർഷമാണ് ഈ ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ 2025 ആണെങ്കിൽ 2028. ഇപ്പൊ 3 വർഷമൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തുക പറഞ്ഞ നടക്കുന്ന കാര്യമല്ല. സെൻട്രൽ ഗവൺമെന്റ് പിന്നെ എല്ലാവർക്കും ഫാമിലി ഒക്കെ ആയി നിൽക്കുന്നവർ ഒരിക്കലും എല്ലാവർക്കും മീൻസ് ഞാൻ ഇപ്പോൾ ഒരു ബാച്ചിലർ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒന്നും പറ്റിക്കോളും. പിന്നെ നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. പിന്നെ വീട്ടിൽ അച്ഛനമ്മയ്ക്ക് സുഖമില്ലാത്തവരോ അസുഖമായിട്ടുള്ളവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. സോ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരിക്കലും നമുക്ക് സമയം കളയാനില്ല. ആകെ ഓൾറെഡി ഒരു 4 monthsേ നമുക്ക് സമയമുള്ളൂ. സോ മാക്സിമം പഠിച്ചു തുടങ്ങുക. ഡെയിലി പറയുന്ന പോലെ ഒരുപാട് എഫേർട്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആകെ മോട്ടിവേഷൻ കയറി കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ട് ഡെയിലി 400-500 ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ചെയ്ത് ഫുള്ള് ഒരു ദിവസം ഇരുന്ന് മൊത്തം തിയറിയൊക്കെ ഒരു മീൻസ് ഒരു സബ്ജക്റ്റ് മൊത്തം തീർക്കണം എന്നൊക്കെ കരുതി 1-2 ദിവസം നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്യുക, കുറേശ്ശെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമ്മൾ കുറച്ചൊരു 20 ദിവസത്തിന്റെ മുകളിലേക്കൊക്കെ നമ്മൾ മാക്സിമം നമുക്ക് പലതരത്തിലുള്ളത് വരും, കോഴ്സ് വരും. കാരണം എപ്പോഴും ഫ്രീ ആയിരിക്കാനായിരിക്കും നമ്മളെ മൈൻഡ് പോവുക. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഡെയിലി അതൊരു റുട്ടീൻ ആക്കാൻ ശ്രമിക്കുക. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മാറ്റുക, തിയറിക്ക് വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈക്വൽ ഇമ്പോർട്ടൻസ് തിയറിക്കും ക്വസ്റ്റ്യൻസിനും എപ്പോഴും കൊടുക്കുക. തിയറി ബേസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ലൈവ് ക്ലാസ് ആണെങ്കിൽ ലൈവ് ക്ലാസ് റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. സോ എല്ലാവരും
താല്പര്യം പോലെ മീൻസ് പെട്ടെന്ന് ജോലി കയറണം, ആ ഒരു മോട്ടീവ് ഉള്ളവരായിരിക്കും എന്തായാലും ഈ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവുക. സോ മാക്സിമം പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക, പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. നല്ല ടൈമാണ്, കാരണം നല്ലൊരു ജൂലൈ വരെ എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ്. നമുക്ക് ഷുവറായിട്ട് നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ കുറേശ്ശെ ഇപ്പോൾ 1 hour ആണെങ്കിൽ കുറേശ്ശെ നമ്മൾ കണ്ടന്റ്സ് കൂട്ടും, ക്വസ്റ്റ്യൻസ് കൂട്ടും. ഇപ്പൊ തന്നെ വിങ്സിന്റെ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ സീരീസ് ഇടുന്നുണ്ട്, ഡെയിലി ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, വീക്ക്ലി സീരീസ് ഇടുന്നുണ്ട്, നിങ്ങളെ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോ ബാക്കിയുള്ള കേരള PC സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്കൊക്കെ അൺലിമിറ്റഡ് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം, ജനറൽ നോളജ് ചോദിക്കാം. ഇപ്പോ പല കോഴ്സും പഠിച്ചു വന്ന ആളുകളായിരിക്കും കേരളം. ഇപ്പൊ വീട്ടില് അച്ഛനല്ല ഏട്ടനോ അനിയനോ പെങ്ങന്മാരോ ഒക്കെ ഉള്ളവരൊന്ന് ആലോചിച്ച് നോക്കുക. അവരൊക്കെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എത്ര എഫേർട്ട് അവർ ഇടുന്നുണ്ട്. ഇത് നമ്മൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച കാര്യത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, അതിന്റെ എക്സ്ട്രാ ഒരിക്കലും ചോദിക്കില്ല. അതും അവരൊക്കെ കട്ട് ഓഫ് സാധാ കേരള PSCന്റെ LD ക്ലർക്ക് പോലത്തെ ബേസിക് എക്സാം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ തന്നെ കട്ട് ഓഫ് ഒന്ന് നോക്കുക. 80, 90 അതിലേക്ക് മുകളിലേക്ക് ആയിരിക്കും കട്ട് ഓഫ്. നമ്മളെ കട്ട് ഓഫ് വരുന്നത് എത്രയാ? അത്രയും കുറവാണ്. 50, 60, 40, 50, 60. അപ്പോ നമുക്ക് പഠിച്ചാൽ കിട്ടാത്തതല്ല ഒരിക്കലും സംഭവം. അത്ര വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 30,000 ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്, 30 to 40,000 അത്രയൊക്കെ കേരള PC എഴുതുന്നുള്ളൂ. സോ നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ആ 30,000 എഴുതുന്ന ആളുകൾ തന്നെ കൂടുതൽ ആളുകളും പഠിക്കാതെ ജസ്റ്റ് പോയി ഒരു സിനിമ കാണാൻ പോകുന്ന മാതിരി ജസ്റ്റ് പോയി കണ്ടിട്ട് എഴുതുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. കുറച്ച് ആൾക്കാരായിരിക്കും പഠിക്കുന്നത്. കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ ഇനി മുന്നോട്ട് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം OET പോലത്തെ എക്സാംസ് ഇപ്പോൾ വളരെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ BSc ഒക്കെ പഠിക്കുന്നവർ പണ്ട് പറഞ്ഞാൽ ഫോളോ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോകാന്നുള്ളതായിരുന്നു. അപ്പോ ഇനിയിപ്പോ അതിലൊക്കെ ചെറിയൊരു ഇത് വരും. അപ്പൊ ഈ പ്രാവശ്യത്തെ DME അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ട് തന്നെ എന്തായാലും നല്ല രീതിയിൽ നോട്ട് ചെയ്തിട്ട് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തിയറി ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ വേണം, പ്രിപ്പയർ ആയിട്ട് വേണം ഈ പ്രാവശ്യത്തെ DME നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ഡെയിലി 24 മണിക്കൂറിൽ ഒരു 1 hour നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. പിന്നെ പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മളെല്ലാവരും ഫോൺ നന്നായിട്ട് സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളായിരിക്കും. സോ അതുവഴി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതേമാതിരി സീരീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറൊരു PSC കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി നോട്ട്ബുക്കിലേക്ക് എഴുതി അത് ശരിയാണോ നോക്കി, ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ക്വിസ് ആയിട്ട് നമ്മളെ കൈ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് PDF ആയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ വരും. സോ അത്രയും ലിമിറ്റഡ് സമയം നമുക്ക് അതിന് വേണ്ടി, ലിമിറ്റഡ് എഫേർട്ടേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. മറ്റുള്ളവരുടെ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. മോട്ടിവേഷന്റെ കുറവുണ്ടെങ്കിൽ സാധാ PSC പഠിക്കുന്ന ആളുകളെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക, അവരിടുന്ന എഫേർട്ട്. കാരണം പണി കഴിഞ്ഞ് വന്നിട്ടോ അല്ലെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടോ നൈറ്റ് ക്ലാസ്സിനൊക്കെ പോയിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മാത്രമല്ല ഇതിൽ അധികം ആളുകളും ഡ്യൂട്ടിക്കും ഒക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളതാണ്, ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. നല്ല സമയമുണ്ട് പഠിക്കുകയാണെങ്കിൽ. മീൻസ് 4 വർഷം പഠിച്ച കാര്യമാണ് നമ്മൾ ഈ ഇത്രയും ലിമിറ്റഡ് സമയം കൊണ്ട് പഠിക്കുന്നത്. പക്ഷെ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ധാരാളം മതി. ഉറപ്പായിട്ട് ലിസ്റ്റിൽ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും 1 റാങ്ക് 10 റാങ്ക് ഒന്നും വാങ്ങണം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതൊക്കെ ഓരോരുത്തരെ ഇതനുസരിച്ചിട്ടാണ്. അത് കിട്ടുന്നവരുണ്ടാവും. കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിലെത്താനും വലിയ പ്രയാസമില്ല. പക്ഷെ ഞാൻ പറയുന്നത് സെക്യൂർ ആയിട്ടുള്ള ഒരു റാങ്ക്. ഇപ്പോൾ പോയ എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 500 റാങ്ക് ഉണ്ട്. DMEയിൽ എപ്പോഴും ഒരു 500 റാങ്ക് വന്നാൽ 100% നമുക്ക് ഉറപ്പാണ് ജോലി കിട്ടും. ഇതുവരെയുള്ള എക്സാമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എത്ര വേക്കൻസി വരുന്നത് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും എക്സാം കഴിഞ്ഞ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇതാക്കും. 1 month മുന്നേ നോട്ടിഫിക്കേഷൻ വരും, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും മാക്സിമം എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇനി സമയം കളയാനില്ല, അതാണ് പറയാനുള്ളത്. മാക്സിമം ഡെയിലി ഒരു 1 hour ഇതിനു വേണ്ടി മാറ്റി വെക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനിയും വൈകിക്കരുത്, തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു ടോപ്പിക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്കിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇതിൽ കോച്ചിങ്ങിൽ പോയിട്ടുള്ളവരുണ്ടാവും, അവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് തോന്നാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുകൾക്ക് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്കിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ വോയിസ് എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, സ്ലൈഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ബേസിക്സിൽ ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ബേസിക്സിൽ എപ്പോഴും എല്ലാവരും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫൗണ്ടേഷൻ ആയിരിക്കും. ഫൗണ്ടേഷനിൽ വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഭൂരിഭാഗം എല്ലാവരും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എപ്പോഴും വൈറ്റൽ സയൻസ് ആയിരിക്കും. സോ നമുക്ക് വൈറ്റൽ സയൻസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റ് വൈറ്റൽ സയൻസ് അല്ലെങ്കിൽ കാർഡിനൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. അതായത് നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ഇതാണ് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഫിസിക്കലി എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും നമുക്കറിയാം, നമ്മുടെ ഫിസിക്കലി ആയിക്കോട്ടെ, സൈക്കോളജിക്കലി ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആയിക്കോട്ടെ, എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും നമുക്ക് വൈറ്റൽ സയൻസിൽ ആൾട്ടറേഷൻസ് വരും. സോ വൈറ്റൽ സയൻസിൽ അതുകൊണ്ട് തന്നെയാണ് കാർഡിനൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റൽ സയൻസ് ഓർ കാർഡിനൽ സയൻസ് മെയിൻലി നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയാം TPR BP, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP, ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെയാണ് മെയിൻലി വൈറ്റൽ സയൻസിൽ വരുന്നത്. സോ അത് ഏത് ഓർഡറിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു അഡൽട്ടിൽ അല്ലെങ്കിൽ ചൈൽഡിൽ നോർമലി നമ്മളോട് വൈറ്റൽസ് മോണിറ്റർ ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ TPR BP എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ന്യൂബോണിനെ NICയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഒരു ന്യൂബോൺ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അവരെ ചെക്ക് ചെയ്യുക റെസ്പിറേഷൻ, പൾസ്, ടെമ്പറേച്ചർ, BP എന്നുള്ള ഫോർമാറ്റിലാണ്. കാര്യം എന്താ പറയാ, ലെസ് ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ വേണം ന്യൂബോൺസിൽ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ പെട്ടെന്ന് പോയി കുട്ടീനെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി സ്വാഭാവികമായിട്ട് കരയും. അപ്പൊ എന്തുണ്ടാവും, റെസ്പിറേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അതേമാതിരി കുട്ടിക്ക് ടാക്കിക്കാർഡിയ വരാം. സോ ടോട്ടലി ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരാം. സോ ടോട്ടലി വേരിയേഷൻസ് വരാം. അപ്പൊ ലെസ് ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ട് റെസ്പിറേഷൻ നമ്മൾ ജസ്റ്റ് നോക്കുകയുള്ളൂ. അപ്പൊ റെസ്പിറേഷൻ വഴിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് റെസ്പിറേഷൻ നോക്കുക, പിന്നെ പൾസ് റേറ്റ് നോക്കുക, പിന്നെ ടെമ്പറേച്ചർ നോക്കുക, പിന്നെ BP നോക്കുക. ഇൻ കേസ് ഓഫ് എമർജൻസി, സെനാരിയോ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വരുന്ന ഏരിയ ആണ് എമർജൻസി. ഇൻ കേസ് ഓഫ് എമർജൻസി നമ്മൾ ആലോചിക്കുക, ഒരു CPRന്റെ ഒക്കെ സിറ്റുവേഷൻ ആലോചിക്കുക. അതിൽ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർക്കുലേഷൻ ആണ്. സർക്കുലേഷൻ, എയർവേ, ബ്രീത്തിങ് എന്നുള്ള ഫോർമാറ്റിലാണ് CPR പോവുക. സോ ഇൻ കേസ് ഓഫ് എമർജൻസി അതേപോലെ തന്നെ പൾസ്, സർക്കുലേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ്. പൾസ് ഫസ്റ്റ് നോക്കും, പിന്നെ റെസ്പിറേഷൻ നോക്കും, പിന്നെ BP നോക്കും, പിന്നെ ടെമ്പറേച്ചർ നോക്കും. ആ ഒരു ഫോർമാറ്റിലാണ് പോവുക. സോ അഡൽട്ട് അല്ലെ ചൈൽഡിൽ നോർമലി നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് TPR BP, ന്യൂബോൺസിലാവുന്ന സമയത്ത് നമ്മൾ ആയിരിക്കുക ലെസ് ഇൻവാസീവ് ആയിട്ടുള്ള ഫസ്റ്റ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, ജസ്റ്റ് കുട്ടീനെ ടച്ച് ചെയ്യുന്നില്ല അതെന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് കുട്ടിയെ ഫസ്റ്റ് നോക്കുന്നത്, വൈറ്റൽ സയൻസ്, റെസ്പിറേഷൻ, പൾസ്, അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ BP നോക്കുന്നത്. എമർജൻസിയിൽ വരുന്ന സമയത്ത് സർക്കുലേഷൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, അതിൽ പൾസ്, റെസ്പിറേഷൻ, BP ആൻഡ് ടെമ്പറേച്ചർ. സോ ഫിഫ്ത്ത് വൈറ്റൽ സയൻസ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫിഫ്ത്ത് വൈറ്റൽ സയൻസ് എന്നുള്ളത് പെയിൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യനിൽ എമർജൻസി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിഫ്ത്ത് വൈറ്റൽ സയൻസ് വരിക SpO2, ഓക്സിജൻ സാച്ചുറേഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ഫിഫ്ത്ത് വൈറ്റൽ സയൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും SpO2 ആണെന്നുള്ളത് ഓർക്കുക. സോ അടുത്തത് പറയുന്നത് വൈറ്റൽ സയൻസ് TPR BP. അതിൽ ഫസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ എന്താണെന്ന് പറയാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് മെയിൻറ്റൈൻഡ് ബൈ ബോഡി ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഹീറ്റ് ലോസ് ഈസ് കോൾഡ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് ലോസ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബാലൻസ് നമ്മളെ ബോഡി ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 36 to 38 ഡിഗ്രി സെൽഷ്യസ് ബോഡി ടെമ്പറേച്ചർ നമ്മളെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയൽ ഫ്ലോറ, നമ്മുടെ എൻസൈമാറ്റിക് ഫംഗ്ഷൻസ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 36 to 38 ആവറേജ് നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മളെ ശരീരത്തിൽ വേണം. സോ ആ ഒരു ബോഡി ടെമ്പറേച്ചർ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതിനെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ആണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഹീറ്റ് പ്രൊഡക്ഷനും ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് ലോസും ഉണ്ടാവുന്നുണ്ട്. ഹീറ്റ് പ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ജെനിസിസ്, തെർമോജെനിസിസ്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർമേഷൻ ആണ്. അത് നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ പഠിച്ച സമയത്ത് പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഗ്ലൈക്കോജെനിസിസ്, ഗ്ലൈക്കോജനോലൈസിസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ആലോചിക്കുക. ഹീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ തെർമോജെനിസിസ് എന്നാണ് പറയാം. ഹീറ്റ് ലോസിനെ തെർമോലൈസിസ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വിഘടിക്കുകയാണ്, ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് പുറത്തു വെക്കുക, അത്രമാത്രം. സോ റെഗുലേഷൻ ഓഫ് ഹീറ്റ് മെക്കാനിസം, നമ്മുടെ ബോഡിയിൽ ഹീറ്റ് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനിലെ ഏരിയ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. സെക്കൻഡറി ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്നത്. നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. സോ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ഫസ്റ്റ് എപ്പോഴും ഹൈപ്പോതലാമസ് തന്നെ ഓർത്ത് വെക്കുക. അതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്.
ഹൈപ്പോതലാമസിന് രണ്ട് പോർഷൻസ് ഉണ്ട്, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ഹൈപ്പോതലാമസിന്റെ ആന്റീരിയർ പോർഷൻ ആണ് തെർമോജെനിസിന് വേണ്ടി സഹായിക്കുന്നത്, പോസ്റ്റീരിയർ സൈഡാണ് തെർമോലൈസിസിന് വേണ്ടി സഹായിക്കുന്നത്. സോ നമ്മൾ വൈറ്റൽസ് പറഞ്ഞു, കാർഡിനൽ സയൻസ് പറഞ്ഞു, വൈറ്റൽസ് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ എടുത്തു, നമ്മളെ ബോഡി ടെമ്പറേച്ചർ, അതായത് ഹീറ്റ് ലോസിനും ഹീറ്റ് പ്രൊഡക്ഷനും ശേഷം നമ്മളെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ബോഡി ടെമ്പറേച്ചർ. 36 to 38 ഡിഗ്രി നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടി 36 to 38 ഡിഗ്രി സെൽഷ്യസ് നമ്മളെ ബോഡിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി സഹായിക്കുന്നത് പ്രൈമറിലി ബൈ ഹൈപ്പോതലാമസ്, സെക്കൻഡറി ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഹൈപ്പോതലാമസിന്റെ ആന്റീരിയർ പോർഷൻ ആണ് തെർമോജെനിസിസിന് വേണ്ടി സഹായിക്കുന്നത്, അതായത് ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നത്. പോസ്റ്റീരിയർ പോർഷൻ ആണ് തെർമോലൈസിസ് അഥവാ ഹീറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നത്. അടുത്തത് നമുക്ക് തെർമോജെനിസിസിനെ കുറിച്ച് പറയാം. തെർമോജെനിസിസ് മെയിൻലി നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫുഡിന്റെ മെറ്റബോളിസം ആണ്. ഫുഡിൽ നമുക്കറിയാം മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇതിന്റെ മെയിൻലി ഈ 3 കമ്പോണൻസിന്റെ ഡൈജഷൻ നടക്ക് എനർജിയാണ്. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ 4 കിലോ കലോറിയാണ് നൽകുന്നത്, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 4 കിലോ കലോറി, ആൻഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ 9 കിലോ കലോറി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ന്യൂട്രീഷനിൽ പഠിക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഫുഡ് മെറ്റബോളിസം പറഞ്ഞപ്പോൾ പറഞ്ഞുള്ളൂ. മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എപ്പോഴും 4 കിലോ കലോറി ആയിരിക്കും കൊടുക്കുക. അത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നതാണ്. ജസ്റ്റ് അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും 4 കിലോ കലോറിയാണ് എനർജി തരുന്നത്. ഫാറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്, 9 കിലോ കലോറി തരുന്നുണ്ട്. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും. അത് കഴിഞ്ഞ DME ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് നോട്ട് ചെയ്യാം, പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന മാക്രോ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സസൈസ് ചെയ്താൽ നമ്മളെ ബോഡി ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ഫോം ചെയ്യുന്നുണ്ട്, സർക്കുലേഷൻ ചേഞ്ചസ് ഉണ്ടാവും, ടാക്കിക്കാർഡിയ അങ്ങനെ വന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ കൂടിയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കൂടുമ്പോൾ ബോഡി ടെമ്പറേച്ചറിൽ എലിവേഷൻ വരും. പിന്നെ ഹോർമോണൽ എഫക്ട്, അപ്പോൾ എക്സാമ്പിൾ ഫീമെയിൽസിൽ ഓവുലേഷന്റെ സമയത്ത് നമുക്കറിയാം 1 ഡിഗ്രീന്റെ ഒക്കെ എലിവേഷൻ ഉണ്ടാവും ടെമ്പറേച്ചറിൽ, ബോഡി ടെമ്പറേച്ചറിൽ. സോ ഹോർമോണൽ എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഓവുലേഷൻ. അതേപോലെ തന്നെ ഷിവറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ഷിവറിങ്. സോ അത് തെർമോജെനിസിസ് ഉണ്ടാകും. പിന്നെ ഡിസീസ് കണ്ടീഷൻസ്, നമ്മുടെ ബോഡി ഡിസീസ് എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗൻസ് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫൻസ് ആയിട്ട് ഡിസീസ് കണ്ടീഷനിൽ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻലി ഫുഡ് മെറ്റബോളിസം, എക്സസൈസ്, ഹോർമോണൽ എഫക്ട്, ഷിവറിങ് ആൻഡ് ഡിസീസ് കണ്ടീഷൻസ്. ഫുഡിന്റെ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഓർക്കുക, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന മാക്രോ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് തെർമോലൈസിസ് ആണ്. തെർമോലൈസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ഹീറ്റ് ലോസ് ആവുന്നതാണ്. ത്രൂ സ്കിൻ 85% ഹീറ്റ് ലോസ് ആവുന്നത് ത്രൂ സ്കിന്ന് വഴിയാണ്. പിന്നെ ലങ്സിൽ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡോർസൽ ആസ്പെക്ട്, നമ്മുടെ കൈയുടെ പുറംവശത്തേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ എക്സൈൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മുടെ എക്സൈൽ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പുറത്തു പോകുന്നുണ്ട്. വാട്ടർ കണ്ടന്റ് കൂടെ ലങ്സിൽ എക്സ്പിറേഷൻ വഴി എക്സലേഷന്റെ സമയത്ത് ഹീറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. കിഡ്നി, നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടിന്റെ കൂടെ വാട്ടർ കണ്ടന്റിന്റെ കൂടെ ഹീറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. ബവൽ, ഫീക്കൽ മാറ്ററിന്റെ കൂടെ നഷ്ടപ്പെടുന്നുണ്ട്. സോ മെയിൻലി പറയുമ്പോൾ സ്കിന്നിൽ 85% ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് സ്കിന്ന് വഴിയാണ്. അപ്പോൾ സ്കിന്ന് വഴി എങ്ങനെയാണ് പോകുന്നത് നോക്കാം. മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, നമ്മുടെ ഹീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് മറ്റൊരു അല്ലെങ്കിൽ നോർമലി ഹീറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത് എന്നുള്ളതാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ഇവാപറേഷൻ ആണ് മെയിൻലി ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന മെത്തേഡ്സ്. അപ്പോൾ കണ്ടക്ഷനിൽ നോക്കുക, എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ഡയറക്റ്റ് കോൺടാക്ട്. സോ കണ്ടക്ഷൻ വെച്ചിട്ട് ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് വരും. സോ ജസ്റ്റ് നോട്ട് ചെയ്യുക, എനർജി ട്രാൻസ്ഫേർഡ് ബൈ ഡയറക്റ്റ് കോൺടാക്ട്. നമ്മളൊരു ഒബ്ജക്റ്റീവായിട്ട് ഡയറക്റ്റ് കോൺടാക്ട്, ആ ഒരു വേർഡ് എങ്ങനെയായാലും ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അത് അണ്ടർലൈൻ ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ് കോൺടാക്ട് വേണം. കൺവെക്ഷൻ എന്ന് പറയുന്നത് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ മാസ് മോഷൻ ഓഫ് മോളിക്യൂൾസ്. കൺവെക്ഷൻ എന്ന് പറയുന്നത് ബ്ലോ ഓഫ് എയർ. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്
കൺവെക്ഷൻ കോണ്ടാക്ട് വിത്ത് സർക്കുലേറ്റിംഗ് എയർ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി നമ്മളെ ബോഡി ആകെ വാമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഇടും. അപ്പോൾ എന്താ, അല്ലെങ്കിൽ നമ്മളൊരു വിൻഡോ സൈഡിൽ പോയിരിക്കും. അപ്പോൾ ബ്ലോ ഓഫ് എയർ, ആ ഒരു എയർ വന്നിട്ട് നമ്മളെ ബോഡി പെട്ടെന്ന് കൂളാവും. ഫാൻ ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡി കൂടാവുന്ന മാത്രം ആലോചിച്ചാൽ മതി. അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ബ്ലോ ഓഫ് എയർ അല്ലെങ്കിൽ സർക്കുലേറ്ററി എയർ വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുന്നതിനെ പറയുന്നതാണ് കൺവെക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് കുറെ നേരം നമ്മളൊരു സീറ്റിൽ അമർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ സീറ്റിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഏരിയ ഒക്കെ നല്ല ചൂടായിട്ടുണ്ടാവും. സോ ഡയറക്റ്റ് ടച്ച് വന്നു. സോ അതിനെ പറയുന്നതാണ് കണ്ടക്ഷൻ. ഹീറ്റ് ഇപ്പോൾ കോൾഡ് ആയിട്ടുള്ള സർഫസാണ് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ചൂടായിരിക്കുന്നത് നമുക്ക് കാണാം. സോ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി പോകുന്നത് കണ്ടക്ഷന്. നമ്മൾ കുറെ നേരം സീറ്റിൽ ഇരിക്കുന്നു, ആ ഒരു പ്രതലം ചൂടാവുന്നത് ആലോചിക്കുക. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ആകെ വാമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഇട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു വിൻഡോ സൈഡിൽ പോയി ഇരിക്കുക. അപ്പോൾ സർക്കുലേറ്റിംഗ് എയർ, അപ്പോൾ എയർ വന്നിട്ട് നമ്മുടെ ടെമ്പറേച്ചർ കുറയും. അടുത്തത് പറയുന്നത് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്. റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം ആണ്. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുമായിട്ട് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ വന്നിട്ട് അത് എമിറ്റ് ചെയ്യുക തിരിച്ചു പോകുന്ന സമയത്ത്. അതായത് അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണോ അതുമായിട്ട് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി എപ്പോഴും ടെൻഡൻസി ഉണ്ടാവും. സോ നമ്മുടെ ശരീരത്തിൽ വന്നു പോകുന്ന ഇൻഫ്രാറെഡ് റേസിന്റെ കൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ നഷ്ടപ്പെടും. സോ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്നത് റേഡിയേഷൻ വഴിയാണ്. അത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റേഡിയേഷൻ വഴിയാണ് 60%. സോ നമ്മൾ കരുതും കണ്ടക്ഷൻ വഴിയായിരിക്കും, ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയായിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് ടെമ്പറേച്ചർ പുറത്ത് പോകുന്നതെന്ന് ആലോചിക്കുക. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ബോഡിയുടെ നോർമൽ മെക്കാനിസം ആണ്. ഇപ്പോൾ തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കുറഞ്ഞ് തണുപ്പാവും. ചൂടുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി വാം ആവും. സോ അതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവാപറേഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്വെറ്റ് വഴി, പെർസ്പിറേഷൻ വഴി, അതുവഴി നമ്മുടെ വാട്ടർ കണ്ടന്റ് പോകുന്നതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് ലോസ് ആവുന്നത് പറയുന്നതാണ് ഇവാപറേഷൻ. സോ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ഇവാപറേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സീറ്റിൽ ഇരിക്കുന്ന ജസ്റ്റ് ആലോചിക്കുക. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് വാമായിട്ട്, അപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് കൂളാവും, അത് ആലോചിക്കുക. റേഡിയേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഒരു കൂളായിട്ടുള്ള കാശ്മീരൊക്കെ പോലത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂളാവും. ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയി നിൽക്കുന്നത്, നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആവും. സോ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിത്തൗട്ട് കോണ്ടാക്ട്, ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് റേഡിയേഷൻ. ഏറ്റവും കൂടുതൽ ലോസ് 60% ലോസ് എന്ന് പറയുന്നത് റേഡിയേഷൻ വഴിയാണ് നഷ്ടപ്പെടുന്നത്. അടുത്തത് പറഞ്ഞാൽ ഇവാപറേഷൻ. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ കണ്ടന്റ് കൂടെ ഇവാപറേറ്റ് മോളിക്യൂൾസ് ആയിട്ട് നഷ്ടപ്പെടുന്നതാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? സർ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് പറയോ? ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് കോമൺ സൈറ്റ്സ് ഫോർ മോണിറ്ററിങ് ടെമ്പറേച്ചർ. ഏതൊക്കെ റൂട്ട്സ് വഴിയാണ് നമ്മൾ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നുള്ളതെന്ന് നോക്കാം. സോ ഓറൽ ഒരു റൂട്ടാണ്, റെക്റ്റൽ ഒരു റൂട്ടാണ്, ആക്സിലറി ഒരു റൂട്ടാണ്, ടിംബാനിക് മെംബ്രെയിൻ അതേപോലെ തന്നെ റെക്റ്റലിന്റെ കൂടെ നമ്മൾ കോർ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു റൂട്ടാണ് ടിംബാനിക് മെംബ്രെയിൻ. സോ ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക നോർമൽ ബോഡി ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അഥവാ 37 ഡിഗ്രി സെൽഷ്യസ്. സോ വാല്യൂസ് ഒക്കെ ഇപ്പോഴേ തറവാക്കിയാണ് നമ്മൾ പഠിച്ചു പോവുക. ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ആണ്, 37 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസിൽ പറയുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്തത് പറയുന്നത് റെക്റ്റൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ കോർ ബോഡി ടെമ്പറേച്ചർ ആണ്. സോ റെക്റ്റൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, ഓൾമോസ്റ്റ് 37.6 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. എപ്പോഴും ആലോചിക്കുക റെക്റ്റൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ നോർമൽ റേഞ്ചിനേക്കാളും എപ്പോഴും 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലായിരിക്കും, അഥവാ 0.6 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും. ഓറൽ ടെമ്പറേച്ചർ ആണ് നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചർ നമ്മൾ പഠിക്കുന്ന 98.6 അഥവാ 37 ഡിഗ്രി സെൽഷ്യസ്. റെക്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ ആണ്, അത് എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും എന്ന് ആലോചിക്കുക. ടിംബാനിക് മെംബ്രെയിനിലും സെയിം ആണ് വരുന്നത്, 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും, അഥവാ 37.6 ഡിഗ്രി സെൽഷ്യസ്. അത് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും അല്ലെങ്കിൽ ഓറൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും എപ്പോഴും 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. അടുത്ത റൂട്ട് എന്ന് പറയുന്നത്
ആക്സിലറി ആണ്. ആക്സിലറി എന്ന് പറഞ്ഞാൽ 98.6 -1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. സോ 97.6 ഡിഗ്രി ഫാരൻഹീറ്റ് എപ്പോഴും നോർമൽ ബോഡി ടെമ്പറേച്ചറിനെക്കാളും 1 ഡിഗ്രി കുറവായിട്ടായിരിക്കും. അത് നമുക്കറിയാം. നമ്മൾ പണ്ട് വൈറ്റൽസ് ഒക്കെ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സിലറി ആണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് റീഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 1 ഡിഗ്രി കൂട്ടിയിട്ടാണ് പറയാം. നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്സിലറി ടെമ്പറേച്ചറിൽ എപ്പോഴും 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലായിരിക്കും, അഥവാ -0.6 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും. അപ്പോൾ ആക്സിലറി എന്ന് പറയുമ്പോൾ 36.4 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക ആലോചിക്കാം. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഓറലും ആക്സിലറിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും, റെക്ടലും ആക്സിലറിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. സോ ഓറലും ആക്സിലറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ഫാരൻഹീറ്റ് കുറവായിരിക്കും. റെക്ടലും ആക്സിലറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ഡിഗ്രി ആണെന്ന് ആലോചിക്കാം. 97.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ആക്സിലറി, എപ്പോഴും നോർമലിനെക്കാട്ടും കുറവായിരിക്കും. റെക്ടലാണ് ഒന്ന് കൂടുതലുമാണ്. അപ്പോൾ +2ന്റെ വ്യത്യാസം വന്നു. 2 ഡിഗ്രി ഫാരൻഹീറ്റിന്റെ ഡിഫറൻസ് ആണ് റെക്ടലും ആക്സിലറിയും തമ്മിലുള്ളത്. റെക്ടലിനോട് സെയിം ആണ് ടെമ്പറൽ അഥവാ ടിംബാനിക് മെംബ്രെയിൻ. കോർ ബോഡി ടെമ്പറേച്ചർ ആണ് 1 ഡിഗ്രി എലിവേറ്റഡ് ആയിരിക്കും. സോ കോർ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള റെക്ടൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അതർവൈസ് നമ്മൾ ടെമ്പറൽ എന്ന് പറയുന്നത് ടിംബാനിക് മെംബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറൽ. ബെസ്റ്റ് മെത്തേഡ് ഓഫ് ചിൽഡ്രൻ, ബെസ്റ്റ് മെത്തേഡ് ഫോർ ചിൽഡ്രൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ന്യൂ ബോൺസിലൊക്കെ മെയിൻലി ടിംബാനിക് മെംബ്രെയിൻ ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക. പക്ഷെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ചിൽഡ്രനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറിയാണ്. കാരണം ഓറലി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾ മെർക്കുറി നമുക്കറിയാം അത്രയും പോയ്സണസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പൊ കുട്ടികളെ കടിച്ചു കഴിഞ്ഞാൽ അത് സിവിയർ ഇഞ്ചുറി, ഡെത്ത് വരെ ഉണ്ടാവാം. സോ ഓറലി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. റെക്ടലി എന്ന് പറഞ്ഞാൽ നമ്മളെ റെക്ടൽ സ്ഫിഞ്ചറും ഡാമേജ് ഉണ്ടാവും. കുട്ടികളിൽ, അഡൽട്ടിൽ കുഴപ്പമില്ല, പക്ഷെ ന്യൂ ബോൺസ് ഇൻഫൻസിലൊക്കെ കുട്ടികളിൽ ഒരിക്കലും നമ്മൾ റെക്ടലി പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ കോർ ബോഡി ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഓറൽ ആക്സിലറി ഒക്കെ എന്തെങ്കിലും കോൺട്രാൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യും. മാക്സിമം നമ്മൾ പ്രിഫർ ചെയ്യില്ല, കാരണം റെക്ടൽ സ്ഫിഞ്ചറിന് ഡാമേജ് ഉണ്ടാവും. ബെസ്റ്റ് മെത്തേഡ് ഫോർ മോണിറ്ററിംഗ് ടെമ്പറേച്ചർ ഇൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്സിലറി ആണ് ഓപ്ഷൻ പോവുക. സോ നോട്ട് ചെയ്യാം. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റെക്ടൽ മെത്തേഡ് ആണ്. കാര്യം എന്താ വെച്ചാൽ കോർ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ യഥാർത്ഥ ടെമ്പറേച്ചർ, കോർ ബോഡി ടെമ്പറേച്ചർ ഫുള്ളി ഫംഗ്ഷനിൽ നിൽക്കുമ്പോൾ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സോ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റെക്ടൽ മെത്തേഡ് ആണ് വരിക. റെക്ടലി നമ്മൾ തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം, കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്, പാടില്ല. റെക്ടൽ സർജറീസ് കഴിഞ്ഞ ആളുകളിൽ നമ്മൾ ഒരിക്കലും റെക്ടലി തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. ഡയറിയ, ഫീക്കൽ ഇമ്പാക്ഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ ഉള്ള ആളുകളിൽ ഒരിക്കലും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. സീഷർ ഉള്ള ആളുകളിൽ പാടില്ല. സ്പൈനൽ ഇഞ്ചുറി, അതേപോലെ എന്തെങ്കിലും ഹാർട്ട് ഡിസീസസ് ഉള്ള ആളുകളിൽ, ഹെമറോയിഡ്സ് പോലത്തെ ഡിസീസ് കണ്ടീഷൻസ് ഉള്ള ആളുകളിൽ ഒരിക്കലും റെക്ടലി ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. കുട്ടികളിലെ കോൺട്രാൻഡിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ബെസ്റ്റ് ടെമ്പറേച്ചർ കിട്ടുന്ന മെത്തേഡ് അതാണ്. പക്ഷെ നമ്മൾ മോസ്റ്റ് പ്രിഫർ ചെയ്യില്ല. ബെസ്റ്റ് മെത്തേഡ് കുട്ടികളിൽ എന്ന് പറയുന്നത് ആക്സിലറി ആണ്. പക്ഷെ കോൺട്രാൻഡിക്കേഷൻസ് പറയാൻ പറ്റില്ല. ഇതിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളി കോൺട്രാൻഡിക്കേറ്റഡ് ആണ്, നമ്മൾ ചെയ്യാനേ പാടില്ല. റെക്ടൽ സർജറീസ്, ഹെമറോയിഡ്സ്, ഡയറി അല്ലെങ്കിൽ ഫീക്കൽ ഇമ്പാക്ഷൻ ഒക്കെ ഉള്ള ആളുകളിൽ, സീഷർ, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതേപോലെ ഹാർട്ട് ഡിസീസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരാസിമ്പതറ്റിക് സ്റ്റിമുലേഷൻ ഉണ്ടാവും. ടോട്ടൽ നമ്മുടെ വാഗൽ സ്റ്റിമുലേഷൻ ഒക്കെ വന്നിട്ട് ടോട്ടൽ ആൾട്രേഷൻസ് വരും, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസിൽ തന്നെ ആൾട്രേഷൻ വരും, ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ നോക്കുന്നതിന്റെ പേരിൽ. സോ ഒരിക്കലും റെക്ടൽ സർജറീസ് കഴിഞ്ഞ ആളുകളിൽ, ഡയറിയ അല്ലെ ഫീക്കൽ കോൺസ്റ്റിപ്പേഷൻ, ഫീക്കൽ ഇമ്പാക്ഷൻ ഉള്ള ആളുകളിൽ, സീഷർ, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതൊക്കെ നെർവ് സ്റ്റിമുലേഷൻ വരുന്നതാണ്. നമ്മുടെ റെക്ടം എന്ന് പറയുന്നത് ഒരുപാട് നെർവ് എൻഡിങ്സ് ഉള്ള ഏരിയ ആണ്. സോ സ്പൈനൽ ഇഞ്ചുറീസ് ഒക്കെ ഉള്ള ആളുകളിൽ, ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകളിലൊക്കെ വാഗൽ സ്റ്റിമുലേഷൻ അല്ലെ പാരാസിമ്പതറ്റിക് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. സോ ഓറൽ ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 20 to 30 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റ് 20 to 30 മിനിറ്റ്സ്. ഏറ്റവും മിനിമം ടൈം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ ഒരുപാട് ഓപ്ഷൻ, ഇത് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻസിന് 10 to 50, 50 to 20, 20 to 30,
30 to 40 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും. സോ മിനിമം നമ്മൾ ആലോചിക്കാം, മിനിമം 20 യൂണിറ്റ്സ് വേണം. സോ എപ്പോഴും 20 to 30 അല്ലെങ്കിൽ 20 എബോ ഉള്ള ഓപ്ഷൻസ് മാത്രമേ നമ്മൾ കുത്താൻ പാടുള്ളൂ. സോ മിനിമം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നമ്മൾ ഹോട്ടോ അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ ചായ കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറയാം. അതിന് ശേഷം മാത്രമേ ടെമ്പറേച്ചർ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആൾട്രേഷൻസ് വരും. നോട്ട് അഡ്വൈസ്ഡ് ഇൻ ഇൻവെൻസ്, കോമാറ്റോസ്, സീഷർ, ഓറൽ സർജറീസ്. നമ്മൾ റെക്റ്റിൽ പറഞ്ഞ മാതിരി തന്നെ ഓറലിലുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. ഇൻഫൻസിൽ നമ്മൾ പറഞ്ഞു ഡാമേജ് ഉണ്ടാക്കാം. കൊമാറ്റോസ് പേഷ്യൻസിൽ നമ്മൾ കോമ സ്റ്റേജിലാണ്, അവർ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആവാം. സീഷർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് ബൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓറൽ സർജറി ഉള്ള പേഷ്യൻസിന് ഒരിക്കലും നമ്മൾ വായ കൂടെ ഇൻസേർട്ട് ചെയ്യില്ല. സോ അതൊക്കെയാണ് അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്. സോ ഓറലി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹോട്ടോ കോൾഡോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ചോദിക്കാം. ഉണ്ടെങ്കിൽ മിനിമം 20 മിനിറ്റ്സ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മിനിമം 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാതെ ഓറൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ഇൻഫൻസിൽ, കൊമാറ്റോസിൽ, സീഷർ, ഓറൽ സർജറി ഒന്നും കഴിഞ്ഞവരിൽ നമ്മൾ ഓറൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫീവർ ഈസ് ഇൻഡിക്കേറ്റഡ് വെൻ ബോഡി ടെമ്പറേച്ചർ ഇസ് റൈസസ് ഓർ ഓറൽ ടെമ്പറേച്ചർ ഓഫ്. അതൊരു ചെറിയ ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓറൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള 98.6 ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ എത്ര ബേസിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് ജസ്റ്റ് നോക്കിയിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓറൽ ചിലപ്പോൾ ഇതിന്റെ സ്ഥാനത്ത്, ഓറലിന്റെ സ്ഥാനത്ത് ആക്സിലറി ചോദിക്കാം, ചിലപ്പോൾ റെക്ടൽ ചോദിക്കാം. സോ ആ ഒരു വാല്യൂസ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഓറൽ ആണെങ്കിൽ 98.6 ആണ്, ആക്സിലറി ആണെങ്കിൽ 97.6 ആണ്, റെക്ടൽ ആണെങ്കിൽ 99.6 ആണ്. ആ ഓറലിന്റെ സ്ഥാനത്ത് മൂന്നും ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക. സോ അങ്ങനെ വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 99.5 ആണ്. കാര്യം നമുക്കറിയാം 98.6 ആണ് ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൽ 1 ഡിഗ്രി എലിവേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 99.5 ഡിഗ്രി ആണ്. സോ നമ്മൾ അതാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതിന്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ 98.6 ആണെങ്കിൽ 99 ആണ് നമ്മൾ ഫീവർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 99.5 ആണ്. സോ ഫീവർ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ മോർ ദാൻ 99.5 ഇൻ ഓറൽ ടെമ്പറേച്ചർ in this option. ഇനി നമുക്ക് തെർമോമീറ്ററിനെ കുറിച്ചിട്ട്, നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇൻവെന്റ് ചെയ്തത് ഗലീലിയാണ്. അത് ഇനി കെമിക്കൽ തെർമോമീറ്റർ എന്നുള്ള ഇവരാണെങ്കിൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ് തെർമോമീറ്റർ ഇൻവെന്റ്. മോഡേൺ ആയിട്ടുള്ള തെർമോമീറ്റർ കൊണ്ടുവന്നത് ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. പക്ഷെ തെർമോമീറ്റർ ഇൻവെന്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗലീലി. സോ ഇതിന്റെ റേഞ്ച് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് ഫിക്സഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒരു തെർമോമീറ്ററിൽ ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 95 ആയിരിക്കും. 95 to 110 വരെയാണ് തെർമോമീറ്ററിലെ റീഡിങ്സ് ഉണ്ടാവുക. അത് ഫിക്സഡ് ആയിട്ട് ഈ വാല്യൂസ് ഒക്കെ കറക്റ്റ് പഠിച്ചു വെക്കുക. വേറെ ഒന്നും, ഈ ഒരു ഏരിയ നമുക്ക് ഫിക്സ് ആയിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള വാല്യൂസ് കൃത്യമായിട്ട് പഠിച്ചേക്കാം. 95 to 110 ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് സാധാ എക്സാംസിലൊക്കെ. നമ്മളെ DME DHS പോലത്തെ എക്സാംസിൽ എപ്പോഴും ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എത്ര ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, എൻഗ്ലസ് ക്വസ്റ്റ്യൻസ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ തകർന്നു പോകാൻ അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് മതി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തെറ്റിക്കാനുള്ള സാധ്യത. നമ്മൾ ചാടിക്കേറി കുത്തും, എന്ന് പറഞ്ഞിട്ട് ടെമ്പറേച്ചർ അല്ലേ എന്ന് കരുതി കഴിഞ്ഞിട്ട് കുത്തും. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ തറവായിട്ട് പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൃത്യമായിട്ടുള്ള ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ നമ്മൾ വിട്ട് കളയരുത്, പഠിച്ചു വെക്കുക. റേഞ്ച് എന്ന് പറയുന്നത് 95 to 110 ഡിഗ്രി ഫാരൻഹീറ്റ്. അത് സെൽഷ്യസിൽ പറയുന്ന സമയത്ത് 35 to 43.3. ഫാരൻഹീറ്റ് പഠിക്കുമ്പോൾ സെൽഷ്യസ് പഠിക്കാൻ മറന്നോ, അല്ലെങ്കിൽ അത് ഒഴിവാക്കരുത്. ഫാരൻഹീറ്റ് പോലെ തന്നെ സെൽഷ്യസും പഠിക്കുക. 35 to 43.3 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി തെർമോമീറ്റർ നമ്മൾ എത്രയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫൻസിലാണ് നമ്മൾ റെക്ടലി ഇൻസേർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. റെക്ടലി നമ്മൾ തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫൻസിലാണെങ്കിൽ 0.5 ഇഞ്ച് അഥവാ 1.25 സെന്റിമീറ്റർ. ഇൻഫൻസിലാണെങ്കിൽ 0.5 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അല്ല 0.5 ഇഞ്ച് ആണ്. പോയിന്റ് സ്ലൈഡിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക. 0.5 ഇഞ്ച് 1.25 സെന്റിമീറ്റർ. ചിൽഡ്രൻസിലേക്ക് വരുന്ന സമയത്ത് 1 ഇഞ്ച് അഥവാ 2.5 സെന്റിമീറ്റർ. അഡൽട്ടിൽ വരുന്ന സമയത്ത് 1.5 ഇഞ്ച്, ഓൾമോസ്റ്റ് 3.8 3.6 ആ റേഞ്ചിൽ വരും. സോ അങ്ങനെയാണ് അഡൽട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻഫൻസിലാകുമ്പോൾ 0.5 ഇഞ്ച്, ചിൽഡ്രൻസിലാകുമ്പോൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ.
അഡൽട്ടിലാവുന്ന സമയത്ത് 3.8 to 4 ആ റേഞ്ചിലാണ് നമ്മൾ തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ തെർമോമീറ്റർ നമ്മൾ ടിംബാനിക് തെർമോമീറ്റർ നമ്മൾ പറഞ്ഞു. തെർമോമീറ്റർ എത്ര മിനിറ്റ് കീപ്പ് ചെയ്യണം എന്നുള്ളത് 3 to 5 minutes ആണ്. 5 minutes ഒക്കെ മാക്സിമം നമ്മൾ തെർമോമീറ്റർ ആക്സിലറി റൂട്ടൊക്കെ ആണ്, റോവർ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ മെർക്കുറി തെർമോമീറ്റർ നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആകെ 3 to 5 minutes ആണ് കീപ്പ് ചെയ്യുക. പക്ഷെ ടിംബാനിക് തെർമോമീറ്റർ നമ്മൾ ജസ്റ്റ് 0.2 seconds മാത്രമേ കീപ്പ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ കുട്ടികളിലാണ് നമ്മൾ ടിംബാനിക് അത് നോക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ ഡൗൺവേർഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പിന്നെ പുൾ ചെയ്തിട്ടാണ് നമ്മൾ ടിംബാനിക് തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക. അഡൽട്ടിലാവുന്ന സമയത്ത് അപ്വേർഡ് ബാക്ക്വേർഡ്. ചിൽഡ്രൻസിലാവുന്ന സമയത്ത് നമ്മൾ പിന്നെ പുൾ ചെയ്യുന്നത് ഡൗൺവേർഡ് ബാക്ക്വേർഡ് ആണ്. അഡൽട്ടിലാവുന്ന സമയത്ത് അപ്വേർഡ് ബാക്ക്വേർഡ് ആയിട്ടാണ് പുൾ ചെയ്യുന്നത്. 0.2 seconds മാത്രമേ ടിംബാനിക് തെർമോമീറ്റർ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുള്ളൂ. നോർമൽ തെർമോമീറ്റർ 3 to 5 minutes നമ്മൾ കീപ്പ് ചെയ്യും. മിനിമം റേഞ്ച് എന്ന് പറയുന്നത് 95 and 35, മാക്സിമം എന്ന് പറയുന്നത് 100°F and 43.3°C. അടുത്തത് തെർമോമീറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അതും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചില്ലുഡ് വാട്ടർ, അതായത് കോൾഡ് വാട്ടറോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറോ ബോയിൽഡ് വാട്ടറോ ഒന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും തെർമോമീറ്റർ ക്ലീൻ ചെയ്യാൻ പാടില്ല. കാരണം മെർക്കുറി ഹൈലി സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ്. അപ്പോൾ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ പോലും നമ്മളെ ബോഡി ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ബാധിക്കും. സോ നോർമൽ ടാപ്പ് വാട്ടർ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ബിഫോർ BB ആലോചിക്കുക. ബിഫോർ ബൾബ് ഒന്ന് മാത്രം പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. ബിഫോർ ബൾബ് BB ആലോചിക്കുക. ബിഫോർ ആണെന്നുണ്ടെങ്കിൽ ബൾബ് ടു സ്റ്റം, നമ്മൾ പേഷ്യന്റിന് വെക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ബൾബ് ടു സ്റ്റം. ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നോർമൽ ടാപ്പ് വാട്ടറിൽ അല്ലെങ്കിൽ സോപ്പ് വാട്ടറിൽ. ഒരിക്കലും ബോയിൽഡ് ആയിട്ടുള്ള ചില്ലഡ് ആയിട്ടുള്ള ഹീറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ ഒരിക്കലും നമ്മൾ തെർമോമീറ്റർ ക്ലീൻ ചെയ്യാൻ പാടില്ല. ബിഫോർ ബൾബ് ടു സ്റ്റം, ആഫ്റ്റർ എന്ന് പറയുമ്പോൾ സ്റ്റം ടു ബൾബ്. ഇതൊക്കെ ബേസിക് സംഭവങ്ങളാണ്. നമ്മൾ പണ്ട് ഫൗണ്ടേഷൻസ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വൈറ്റൽ സയൻസ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്. സോ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, വലിയ സംഭവമൊന്നുമില്ല. ബിഫോർ ബൾബ് ടു സ്റ്റം, ആഫ്റ്റർ സ്റ്റം ടു ബൾബ്. തെർമോമീറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെറ്റോൾ, സാവ്ലോൺ, ലൈസോൾ. DSL ജസ്റ്റ് ഓർത്ത് വെക്കുക. DSL, ഡെറ്റോൾ, സാവ്ലോൺ, ലൈസോൾ 1:40. അത് അതിന്റെ ഡയലൂഷൻ ആണ് പറയുന്നത്. ഈ 3 ഡിസിൻഫെക്റ്റൻസ് ആണ് നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നോർമൽ ടാപ്പ് വാട്ടറിൽ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ അത് ഡിസിൻഫെക്ട് ചെയ്യണം മറ്റൊരു പേഷ്യന്റിന്റെ മേൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. സോ ആ ഡിസിൻഫെക്റ്റൻസ് ആണ് ഡെറ്റോൾ, സാവ്ലോൺ, ലൈസോൾ എന്ന് പറയുന്നത്. ഈ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് അതിന്റെ ഡയലൂഷൻ, അതേപോലെ എന്താണ് അതിന്റെ ടൈം എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടിട്ടുണ്ട്, മുമ്പൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം കണ്ടിട്ടില്ല, ജസ്റ്റ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഡെറ്റോൾ, സാവ്ലോൺ, ലൈസോൾ, DSL 1:40, 1:20, 1:40. അതാണ് അതിന്റെ ഡയലൂഷൻ എന്ന് പറയുന്നത്. ഡെറ്റോൾ നമ്മൾ 1:40 ഡയലൂഷനിലാണ്, 1 ml ആണ് എടുക്കുന്നുണ്ട്, 40 ml വാട്ടർ എന്നുള്ള രീതിയിൽ ഡയലൂട്ട് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്നിട്ട് 5 minutes തെർമോമീറ്റർ അതിൽ ഡെറ്റോളിൽ കീപ്പ് ചെയ്യുക. സാവ്ലോൺ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1:20 ആണ് അതിന്റെ ഡയലൂഷൻ, 5 minutes കീപ്പ് ചെയ്യുക. ലൈസോൾ ആണെങ്കിൽ 1:40 ആണ് ഡയലൂഷൻ, പക്ഷേ ഏറ്റവും കുറവ് സമയം മതി, 3 minutes മതി. ഫെയർജനോൾ എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്, സെയിം ആസ് ഡെറ്റോൾ എന്ന് ആലോചിക്കാം. ഫെയർജനോൾ എന്നുള്ള ഒരു ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ സെയിം ആസ് ഡെറ്റോൾ, ജസ്റ്റ് അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, ചോദിച്ചു കണ്ടിട്ടില്ല. ഡെറ്റോൾ, സാവ്ലോൺ, ലൈസോൾ, DSL 1:40, 1:20, 1:40. ടൈമിങ്സ് എന്ന് പറയുന്നത് 5 minutes, 5 minutes, 3 minutes. ലൈസോളിന് ഡയലൂഷൻ കൂടുതലാണെങ്കിലും കുറഞ്ഞ ടൈം മതി, നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണെന്ന് ആലോചിക്കുക. കൂടുതൽ ഡയലൂഷനും കുറവ് ടൈമും മതി എന്നുള്ളത് ലൈസോൾ ആണ്. ഇൻ കേസ് നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ നോക്കി കഴിഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് തെർമോമീറ്റർ നിലത്ത് വീണ് പൊട്ടി, നമുക്കറിയാം മെർക്കുറി എന്ന് പറഞ്ഞാൽ ഹൈലി പോയ്സണസ് ആണ്. നമ്മൾ കാലിലൊക്കെ എന്തെങ്കിലും വൂണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ് ടു ഡെത്ത് വരെ നമുക്ക് സംഭവിക്കാം. സോ അത്രയും ഇതായിട്ടുള്ള പോയ്സണസ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത്. സോ കെയർഫുൾ ആയിരിക്കണം. 3 bags യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെർക്കുറി കളക്ട് ചെയ്യുക. അതായത് ഫ്ലോറിൽ വീണ് കഴിഞ്ഞാൽ 3 bagsൽ കീപ്പ് ചെയ്യും. പിക്കപ്പ് ദ മെർക്കുറി ബൈ ഐ ഡ്രോപ്പർ സീൽ ഇൻ പ്ലാസ്റ്റിക് സിപ്പർ ബാഗ്.
പ്ലാസ്റ്റിക് സിപ്പർ ബാഗിൽ ഒരു ഐ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ബാഗ്, തേർഡ് ബാഗ്, ലാസ്റ്റ്ലി പ്ലാസ്റ്റിക് വൈഡ് മൗത്ത് സീൽഡ് കണ്ടെയ്നറിലാക്കിയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്വിഗ്നോ മാനോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറി ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം മെർക്കുറി താഴെ വീഴുന്ന ഒരു ബബിൾസ് പോലെ ഞങ്ങളെ ഫ്ലോറിലൊക്കെ അങ്ങനെ ഉരുണ്ട് നടക്കുന്നത് കാണാം. സോ അത് അത്രയും പോയ്സണസ് ആണ്. സോ നമ്മൾ തന്നെ അത് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. 3 ബാഗ്സ് യൂസ് ചെയ്തിട്ടാണ് അത് കളക്ട് ചെയ്യുക. ഐ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്ത് എടുക്കുക. പ്ലാസ്റ്റിക് സിപ്പർ ബാഗിലാണ് ഫസ്റ്റ് ഇടുക. സെക്കൻഡ് ബാഗ്, തേർഡ് ബാഗ്, 3 ബാഗ്സ് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. സീൽഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സീൽഡ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തത് പറയുന്നത് കൺവേർഷൻ ആണ്. ഫാരൻഹീറ്റ് തന്നിട്ട് ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ നോർസെറ്റോ അല്ലെങ്കിൽ DME എല്ലാ എക്സാംസിലും ചോദിക്കാം. മെയിൻലി നമ്മളെ ഈ ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻസും ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ കൂടുതലായിട്ട് കാണും. റെയിൽവേസിലൊക്കെ കൂടുതലായിട്ട് ചോദിച്ചു കാണും. എപ്പോഴും കാൽക്കുലേഷൻ പഠിച്ചിട്ടാണ് നമ്മൾ പോവുക. ഇനിയിപ്പോൾ വൈവയ്ക്ക് വന്നാൽ മീൻസ് ഇന്റർവ്യൂ ഉള്ള ജിബ്ബറൊക്കെ പോലത്തെ എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ നമ്മൾ പഠിക്കാതെ പോകാനേ പാടില്ല. സോ കൺവേർഷൻ പഠിക്കുക. ഫാരൻഹീറ്റ് തന്നിട്ട് അതിനെ സെൽഷ്യസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അതിനെ സെൽഷ്യസ് എത്ര സെൽഷ്യസ് ആണെന്നുള്ളത് എല്ലാ സെൽഷ്യസും ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. സോ അത് എങ്ങനെയാണ് കൺവേർഷൻ വരുന്നത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് C is equal to F minus 32 into 5/9. ഇക്വേഷൻ എന്ന് പറയുന്നത് C is equal to F minus 32 into 5/9. സെൽഷ്യസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക ഫാരൻഹീറ്റ് ആയിരിക്കും. സെൽഷ്യസിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ സെൽഷ്യസിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ C is equal to F minus 32 into 5/9. സോ നമ്മൾ ഇക്വേഷൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഇക്വേഷൻ തന്നെ എഴുതിയാൽ മതി. C is equal to F minus 32 into 5/9 ആണ്. അതന്നെ ഓപ്ഷൻ മാറ്റിയൊക്കെ ചോദിക്കാം. F plus 32 ചോദിക്കും, 9/5 ചോദിക്കും. എങ്ങനെയൊക്കെ നമ്മളെ തെറ്റിക്കാന്നുള്ള രീതിയിലായിരിക്കും ഓപ്ഷൻസ് വരിക. സോ ഇത്ര വാല്യൂസ്, ഓപ്ഷൻസ്, ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. C is equal to F minus 32 into 5/9 കാണാതെ പറഞ്ഞ് പഠിക്കുക തന്നെ മാർഗമുള്ളൂ. C is equal to F minus 32 into 5/9. അത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വാല്യൂ ഇരുന്നു ഫാരൻഹീറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് കൺവേർട്ട് ആക്കാനാണ് നമ്മളോട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് 5/9 ഒക്കെ ചെയ്തു വരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് അടിയിൽ അങ്ങനെ മെൻഷൻ ചെയ്തത്. F minus 32 into 0.56. F minus 32 into 0.56. 5/9 വാല്യൂ ആണ് 0.56 എന്ന് പറയുന്നത്. ഇപ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ 100നെ 32 കൊണ്ട് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം 56 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 2 പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പോയിന്റ് ഔട്ട് ആക്കിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഡിവിഷൻ 5 നമ്മളിപ്പോൾ F minus 32 ഉള്ള ഒരു വാല്യൂ ഇപ്പോൾ 60 or 68 അങ്ങനെയൊക്കെ കിട്ടിയെന്ന് കരുതുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് അതിന് പിന്നെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ പോയിന്റ്സും ഫ്രാക്ഷൻസ് ഒക്കെ വരും. നമുക്ക് കാൽക്കുലേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എക്സാംസിന് നമ്മൾ ടൈം സേവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. സോ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. F minus 32 into എപ്പോഴും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇപ്പം എത്ര കുറച്ച് വലുപ്പമുള്ള സംഖ്യ ആണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല, തെറ്റാനും സാധ്യത കുറവാണ്. പക്ഷേ ഡിവിഷൻ വരുമ്പോൾ എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, കുറച്ചുകൂടി പ്രയാസമായിരിക്കും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും അതിൻ്റെ ഇക്വേഷൻ അല്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് അടിയിൽ മെൻഷൻ ചെയ്തതാണെന്ന് ആലോചിക്കുക. F minus 32 into 0.56. 56 വെച്ചിട്ട് F minus 32 ഇപ്പോൾ 68 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 68 into 56. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു 100 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ 100 minus 32 68 into 56 ചെയ്യാം. 56 ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് എന്ത് ചെയ്യുക, 2 പോയിന്റ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ 56 എന്നുള്ള 0.56നെയാണ് നമ്മൾ 56 ആക്കി എടുത്തിട്ടുള്ളത്. ആ ആൻസറിന് ജസ്റ്റ് 2 പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. അതേപോലെ തന്നെ സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ F is equal to C into 9/5 plus 32. C into 9/5 നേരത്തെ 5/9 ആയിരുന്നു, ഇവിടെ ഇൻവേഴ്സ്ലി വന്നു C into 9/5 plus 32. സോ ഇവിടെ വരുന്ന സമയത്ത് 9/5ന്റെ വാല്യൂ ആണ് 1.8 എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ്, അതായത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് സെൽഷ്യസ് ആണ് നമുക്ക് തന്നെ. ഇപ്പോൾ ഒരു 39 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ 9/5 എന്ത് ചെയ്യുക, 1.8 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക. അത് നമുക്കറിയാലോ, നമുക്ക് നമ്മൾ മാത്സിൽ ബേസിക്കലി പഠിച്ചിട്ടാണ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോവുക. സോ 18 ഇട്ടാണെങ്കിൽ 18 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു കിട്ടിയ സെൽഷ്യസ് വാല്യൂവിനെ 18 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പോയിന്റ് ഇടാൻ മറക്കരുത്, പ്ലസ് 32 ചെയ്യാം. സോ ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. C is equal to F minus 32 into 5/9. F is equal to 9/5 plus 32.
ആ വാല്യൂ ജസ്റ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് മാർഗം എന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഒരു എക്സാം ഹാളിൽ പോയി ഇരുന്ന് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള 37, 38, 39, 40, 41 ആ ഒരു കോമൺ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. 100, 97 to 100, 102, 106 ഹൈപ്പർ പൈറക്സിയ ഒക്കെ ചോദിക്കാം. സോ അപ്ലിക്കേഷൻ മൊത്തം ഫോമിൽ 106 ഹൈപ്പർ പൈറക്സിയ എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ വരുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. സോ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് മാക്സിമം ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാണുമ്പോൾ നല്ല എളുപ്പമായിരിക്കും, ചെയ്തു വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂസ് പഠിച്ചേക്കുക എന്ന് പറയുന്നത്. 5/9 എന്ന് പറയുന്നത് 0.56 ആയിട്ട് കൺസിഡർ ചെയ്യുക. 9/5 എന്ന് പറഞ്ഞാൽ 1.8. സോ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും, ചെയ്ത് നോക്കുക. സോ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ആവും. ബോഡി ടെമ്പറേച്ചർ എബോവ് 99 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഫീവർ അല്ലെങ്കിൽ പൈറക്സിയ. ഫീവർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല എന്ന് അറിയാം, എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. ഇറ്റ്സ് നോട്ട് എ ഡിസീസ്, ബട്ട് ഇറ്റ്സ് എ സൈൻ ഓഫ് ഡിസീസ്. സോ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 99 ഡിഗ്രി ഫാരൻഹീറ്റിനാണ് ഫീവർ എന്ന് പറയുന്നത്. അതൊരു സൈൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഫീവറിനുള്ള സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസ് ഉണ്ട്. നോർമലി നമ്മുടെ ടെമ്പറേച്ചർ എലിവേറ്റ് ആവുന്ന ഒരു സ്റ്റേജിനെ ഓൺസെറ്റ് ഓർ ഇൻവാഷൻ എന്ന് പറയും. ഓൺസെറ്റ് ഓർ ഇൻവാഷൻ, നമ്മളെ ബോഡി ടെമ്പറേച്ചർ നോർമൽ 98.6 എന്ന് നമ്മളെ ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ആവുന്നതിനെ ഓൺസെറ്റ് ഓർ ഇൻവാഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നോക്കിയ സമയത്ത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ 38 ആയി. ഒരു 10 മണിയൊക്കെ ആയി നോക്കിയ സമയത്ത് എന്തായി, 39 ആയി. സോ ഗ്രാജുവലി നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി വരികയാണ്. സോ ആ ഒരു 8 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്തിന് ഓൺസെറ്റ് ഓർ ഇൻവാഷൻ എന്ന് പറയും. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതിനെ ഓൺസെറ്റ് ഓർ ഇൻവാഷൻ എന്ന് പറയുന്നു. ഒരു 10 മണി തൊട്ട് ഒരു 11 മണി, 12 മണി, 1 മണി ഒക്കെ നോക്കിയ സമയത്ത് എന്താണ് 39 അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. സോ പീക്കിലെത്തി, ബോഡി ടെമ്പറേച്ചർ എലിവേറ്റർ ആണ്, ഫീവറിലാണ് പേഷ്യന്റ് നിൽക്കുന്നത്. സോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് 39 ബോഡി ടെമ്പറേച്ചർ. ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ആയിട്ട് സ്റ്റേഡിയത്തിൽ, അതായത് 10 മണിക്ക് നോക്കിയപ്പോഴും 11 മണിക്കും 12 മണിക്കും 1 മണിക്കും ഒക്കെ നോക്കിയ സമയത്ത് ടെമ്പറേച്ചർ ഒരേ വാല്യൂ 39 എലിവേറ്റഡ് ആണ്. ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിനാണ് സ്റ്റേഡിയം ഓർ ഫാസിജം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 1 മണിക്ക് ശേഷം നമ്മൾ പിന്നെ 2 മണിക്ക്, 3 മണിക്ക്, 4 മണിക്കൊക്കെ നോക്കിയ സമയത്ത് ടെമ്പറേച്ചർ ഗ്രാജുവലി കുറഞ്ഞു വന്നു. 39 ആയി, 38 ആയി, 37 ആയി, അങ്ങനെ നോർമലിലേക്ക് വരുന്നതിനെയാണ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചറിന് 3 സ്റ്റേജസ് ആണുള്ളത്: ഓൺസെറ്റ് ഓർ ഇൻവേഷൻ, സ്റ്റേഡിയം ഓർ ഫാസിജം, ഡിക്ലൈൻ. സോ 3 സ്റ്റേജസ് ആണ് ഫീവറിന് ഉള്ളത് എന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റഫ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്. ഓൺസെറ്റ് ഓർ ഇൻവേഷൻ, സ്റ്റേഡിയം ഓർ ഫാസിജം, ഡിക്ലൈൻ. ടെമ്പറേച്ചർ നോർമലിലേക്ക് കുറഞ്ഞു വരുന്നു. സോ ഇൻക്രീസ് ആവുന്ന, മുകളിലേക്ക് പോകുന്നത് മെൻഷൻ ചെയ്യുന്നത് ഒന്നാമതായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഓൺസെറ്റ് ഓർ ഇൻവേർഷൻ ആണ്. ആ ഒരു പീക്കിലെത്തി. ഇപ്പോൾ ബോഡി ടെമ്പറേച്ചർ എലിവേറ്റഡ് ആയിട്ട് നമ്മൾ കുറേ സമയം നോക്കിയ സമയത്ത് ആ ഒരു പീക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റേഡിയം ഓർ ഫാസിജം എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയ സമയത്ത് നമ്മളെ ടെമ്പറേച്ചർ താഴെ തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് വന്നു. അതിനെ പറയുന്നത് ഡിക്ലൈൻ, അതിനെ പറയുന്നതാണ് ഡിക്ലൈൻ. ഓൺസെറ്റ് ഒന്നാമത് കാണിച്ചത് എന്ന് പറഞ്ഞാൽ ഓൺസെറ്റ് ഓർ ഇൻവേഷൻ ആണ്. രണ്ടാമത് കാണിച്ചത് എന്ന് പറയുന്നത് സ്റ്റേഡിയം ഓർ ഫാസിജം ആണ്. മൂന്നാമത് കാണിച്ചത് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ നോർമലിലേക്ക് തിരിച്ചു വരുന്നതിനെ ഡിക്ലൈൻ എന്ന് പറയുന്നു. സോ ആ ഡിക്ലൈൻ, നോർമൽ ബോഡി ടെമ്പറേച്ചർ താഴേക്ക് വരുന്നതിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിക്ലൈനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ക്രൈസിസ് ആൻഡ് ലൈസിസ്. സോ ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ആയ ബോഡി ടെമ്പറേച്ചർ തിരിച്ച് നോർമലിലേക്ക് വരുന്നതിനെയാണ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. സോ അത് 2 വഴിയാണ് വരുന്നത്: ക്രൈസിസ് അല്ലെങ്കിൽ ലൈസിസ്. പെട്ടെന്ന് നമ്മളെ ടെമ്പറേച്ചർ, അപ്പോൾ നമ്മൾ ഒരു 3 മണിക്ക് നോക്കിയ സമയത്ത് 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ടെമ്പറേച്ചർ 4 മണിക്ക് നോക്കിയ സമയത്ത് നോർമലിലേക്ക് വന്നു, 37ലേക്ക് വന്നു. പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മളെ
ബോഡി ടെമ്പറേച്ചർ നോർമലിലേക്ക് വരികയാണെങ്കിൽ അതിനെ ക്രൈസിസ് എന്ന് പറയുന്നു. അപ്പോൾ 1 മണിക്ക് നമ്മൾ നോക്കിയ സമയത്ത് ഒരു 40 ആയിരുന്നു. 2 മണിക്ക് നോക്കിയ സമയത്ത് അത് 39 ആയി. 3 മണിക്ക് നോക്കിയ സമയത്ത് 38 ആയി. അങ്ങനെ ഗ്രാജുവലി ആയിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ 6 ആക്ക് ആയിട്ടാണ് കുറഞ്ഞു വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈസിസ് എന്ന് പറയുന്നു. സഡൻ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ടെമ്പറേച്ചർ നോർമലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രൈസിസ് എന്നും, ഗ്രാജുവൽ ആയിട്ട് കുറേ ടൈം എടുത്തിട്ട് മെല്ലെ മെല്ലെയാണ് അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ലൈസിസ് എന്നും പറയുന്നു. ക്രൈസിസിനെ തന്നെ അഗൈൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ട്രൂ ക്രൈസിസ് ആൻഡ് ഫാൾസ് ക്രൈസിസ്. ട്രൂ ക്രൈസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ടെമ്പറേച്ചർ കുറയുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രൂ അതിൽ ശരിയുണ്ട് എന്നുള്ളത് ആലോചിക്കാം. നമ്മുടെ ടെമ്പറേച്ചർ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ട്രൂ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനും ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ നോർമലി നമ്മൾ ഫീവർ വരുന്ന സമയത്ത് നമ്മളെ ബോഡി ടാക്കിക്കാർഡിയ വരും. ടാക്കിക്കാർഡിയ എപ്പോഴും നമ്മൾ ഫീവർ വരുന്ന സമയത്ത് നമ്മളെ ബോഡി കാണിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. 1 ഡിഗ്രി സെൽഷ്യസിന് ഓൾമോസ്റ്റ് ഒരു 50 ബീറ്റ്സ് പെർ മിനിറ്റ്സ് വരെയൊക്കെ എന്തുണ്ടാവും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവാം. സോ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കുറയാണ്. ക്രൈസിസ് എന്ന് പറയുന്നത് ഡിക്ലൈൻ നമുക്കറിയാം ടെമ്പറേച്ചർ കുറയുന്നതാണ്, പെട്ടെന്ന് കുറയുന്നതിനാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ക്രൈസിസിന് അഗെയിൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രൂ ക്രൈസിസ് ആൻഡ് ഫാൾസ് ക്രൈസിസ്. ട്രൂ ക്രൈസിസിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ കുറയുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ആവും. ഷിവറിങ് ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റ് ഷിവറിങ് ഒക്കെ പോയിട്ടുണ്ടാവും, ടാക്കിക്കാർഡിയ ഒക്കെ പോയി പേഷ്യന്റ് നോർമൽ പൾസ് റേറ്റിലേക്ക് വന്നു, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോർമൽ ആവുകയാണെങ്കിൽ ട്രൂ ക്രൈസിസ്. അപ്പോൾ പേഷ്യന്റ് ടാക്കിക്കാർഡിക് അതേപോലെ നിൽക്കുന്നുണ്ട്, ഷിവറിങ് പേഷ്യന്റ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ ഇപ്പോൾ നോർമലിലേക്ക് വന്നു. പക്ഷേ പേഷ്യന്റ് എന്താണ്, ഫീവറിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്. പേഷ്യന്റ് പെയിലാണ്, ഷിവറിംഗ് ആണ്, ടാക്കിക്കാർഡിയ ഉണ്ട്, ടെമ്പറേച്ചർ നോക്കുമ്പോൾ നോർമൽ. അതെന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് സൈൻ ആണെന്ന് ആലോചിക്കുക. ഫാൾസ് ലൈന് എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല, പക്ഷേ ടെമ്പറേച്ചർ കുറയാണെന്നുള്ള ഡേഞ്ചർ, ഒരു ഷോക്കിന്റെ ഒക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത്രയാണ് ഫീവറിന്റെ സ്റ്റേജസ്. ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഫീവർ കൂടുന്നതിനെ ഓൺസെറ്റ് ഓർ ഇൻവാഷൻ എന്ന് പറയും. അതൊരു പീക്കിലെത്തി നിന്ന് കുറെ നേരം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതിനെ സ്റ്റേഡിയം എന്ന് പറയും. കുറയുന്നതിനെ ഡിക്ലൈൻ എന്ന് പറയും. കുറയുന്നതിനെ 2 തരത്തിലുണ്ട്, ക്രൈസിസ് ഉണ്ട്, ലൈസിസ് ഉണ്ട്. സഡൻ ആയിട്ട് കുറയാണെങ്കിൽ അതിനെ ക്രൈസിസ് എന്ന് പറയും. ടൈം എടുത്തിട്ടാണ് കുറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ലൈസിസ്, അതായത് സിക്സാക് മാനറിലാണ് കുറയുന്നത്, സ്ലോ ഓർ സിക്സാക് മാനറിലാണ് കുറയുന്നതെന്നുണ്ടെങ്കിൽ ലൈസിസ് എന്ന് പറയും. ക്രൈസിസ് പെട്ടെന്ന് കുറയുന്നത് 2 തരത്തിൽ കുറയാം. ഒന്ന് നമ്മൾ കുറയുന്നതിന്റെ കൂടെ നമ്മുടെ ബോഡി കണ്ടീഷൻസ് ഇമ്പ്രൂവ് ആവാം, ഒന്നില്ലേ ബോഡി കണ്ടീഷൻസ് ഇമ്പ്രൂവ് ഒന്നും ആവുന്നില്ല, പക്ഷേ ടെമ്പറേച്ചർ നോർമൽ ആയി വരികയാണെങ്കിൽ അത് ഫാൾസ് ക്രൈസിസ്, ഡേഞ്ചറസ് സൈൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. സോ അത്രയാണ് ഫീവർ. ഇനി നമുക്ക് ജസ്റ്റ് ടൈപ്സ് ഓഫ് ഫീവർ, ഏതൊക്കെ ടൈപ്സ് ഫീവർ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ, ടെമ്പറേച്ചർ ഇൻക്രീസസ് ഓർ നോർമൽ ബട്ട് നോട്ട് മോർ ദാൻ 2 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 39 ആയിരിക്കും നിൽക്കുക. അപ്പോൾ ന്യൂമോണിയ, സ്കാർലറ്റ് ഫീവർ ഒക്കെ പോലത്തെ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഒരു 2 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, പക്ഷെ അതിന്റെ മുകളിലേക്ക് പോവില്ല, അതിന് താഴേക്കും വരില്ല. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ടെമ്പറേച്ചർ അങ്ങനെ പോവാണ്. ആ ഒരു വേർഡ് ആ ഒരു റേഞ്ചിൽ തന്നെ നോട്ട് മോർ ദാൻ 2 ഡിഗ്രി സെൽഷ്യസ്, ഒരു സ്വിങ്ങിങ് ഒന്നും പറയുന്നില്ല, കൂടുന്നുമില്ല കുറയുന്നുമില്ല, ആ ഒരു ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ. ആ പേര് തന്നെ ആലോചിച്ചാൽ മതി, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാല്യൂ തന്നെ കിട്ടുന്ന. അത് ഗ്രാഫ് നമ്മൾ ടെമ്പറേച്ചർ ചാർട്ടിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പേഷ്യന്റിന് 39 തന്നെയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുന്ന സമയത്ത് പേഷ്യന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 39 ഡിഗ്രി സെൽഷ്യസ് തന്നെ നിൽക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ. മെയിനായിട്ട് കാണുന്നത് ന്യൂമോണിയ, സ്കാർലറ്റ് ഫീവർ ഒക്കെ പോലത്തെ കണ്ടീഷൻസിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെമിറ്റന്റ് ഫീവർ. റെമിറ്റന്റ് ഫീവർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എലിവേറ്റഡ് മോർ ദാൻ 2 ഡിഗ്രി സെൽഷ്യസ് ഡസ് നോട്ട് റിട്ടേൺ ടു ദി നോർമൽ. സോ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, അത് മിസ്സായി പോകരുത്. ഡസ് നോട്ട് റിട്ടേൺ ടു ദി നോർമൽ റേഞ്ച്. റെമിറ്റന്റ് ഫീവറിൽ ഒരിക്കലും ടെമ്പറേച്ചർ നോർമലിലേക്ക് വരുന്നില്ല, എപ്പോഴും ഒരു 2 ഡിഗ്രി മോർ ദാൻ ഒരു 2 ഡിഗ്രി സെൽഷ്യസിൽ എലിവേറ്റഡ് ആയിരിക്കും, സ്വിങ്ങിങ് മാനറിലായിരിക്കും, കൂടും കുറയൊക്കെ ചെയ്യും, പക്ഷെ ഒരിക്കലും നോർമൽ ടെമ്പറേച്ചറിലേക്ക് ഒരിക്കലും അത് വരില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് അതിന്റെ റഫ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഞാൻ അടിയിൽ വരച്ചിട്ടുള്ള ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് നോർമൽ ലൈൻ ആണ്. സോ നോർമൽ ലൈൻ എപ്പോഴും മോർ ദാൻ 2 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും, ഒരിക്കലും വന്ന് അത് നോർമൽ ലൈനെ ടച്ച് ചെയ്യില്ല. നോർമൽ ലൈനെ ടച്ച് ചെയ്യുന്നത് വേറെ
ഫീവർ ആണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് നോട്ട് റിട്ടേൺ ടു ദി നോർമൽ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഗ്രാഫ് ജസ്റ്റ് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെമ്പറേച്ചർ എപ്പോഴും മോർ ദാൻ 2°C എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും. അത് സ്വിംഗിങ് മാനറിലായിരിക്കും, കൂടാം കുറയാം, പക്ഷെ ഒരിക്കലും നോട്ട് റിട്ടേൺ ടു ദി നോർമൽ. നോട്ട് റിട്ടേൺ ടു ദി നോർമൽ എന്നുള്ളത് ആലോചിച്ച് വെക്കുക. എൻഡറിക് ഫീവർ ഒക്കെ പോലത്തെ കണ്ടീഷൻസിലാണ് റെമിറ്റന്റ് ഫീവർ കൂടുതലായിട്ട് വരുന്നത്. സോ കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ നമ്മൾ പറഞ്ഞു, ആ പേര് പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2°C ഒക്കെ എലിവേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോൾ നോക്കിയാലും ആ ഒരു ടെമ്പറേച്ചറിൽ കാണിക്കുന്നതിനാണ് കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് പറയുന്നത്. റെമിറ്റന്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2°C എപ്പോഴും കൂടുതലായിരിക്കും, പക്ഷെ ഒരിക്കലും അത് നോർമൽ ലൈനെ ടച്ച് ചെയ്യില്ല. റെമിറ്റന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാമു ഹാസ് ഫീവർ വിത്ത് 100°F ടെമ്പറേച്ചർ. ഇറ്റ് റൈസസ് അറൌണ്ട് 103°F ആൻഡ് കംസ് ടു ഡൗൺ ടു 100°F. സോ ഇത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോർമൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. 98.6° ആണ് നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ രാമുന് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 100°F ആണ്. അത് എലിവേറ്റഡ് ആയി. സോ ഗ്രാഫ് മുകളിലേക്ക് പോയി 103°F ആയി, വീണ്ടും താഴേക്ക് വന്നു എന്ന് കരുതി ഒരിക്കലും അത് നോർമൽ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 100°F ഇപ്പോഴും ബോഡി ടെമ്പറേച്ചർ നിൽക്കുന്നത്. സോ അതൊരു ടിപ്പിക്കൽ പാറ്റേണിലാണെന്നുള്ളത് ആലോചിക്കുക. സോ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടില്ല, എലിവേറ്റഡ് ആയി തിരിച്ച് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊരു റെമിറ്റന്റ് ഫീവറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നോർമൽ വാല്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇത് സെൽഷ്യസിൽ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. സോ ഇതിൽ ഇനി വേണമെങ്കിൽ ഓറൽ റെക്ടൽ അങ്ങനെയൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ആ ഒരു വാല്യൂസ് തന്നിട്ട് ആ ഒരു ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും വരാം. സോ വാല്യൂസ് എപ്പോഴും പഠിച്ചു വെക്കുക. നോർമൽ വാല്യൂസ് ഡിഗ്രിയിലും ഫാരൻഹീറ്റിലും വാല്യൂസ് പഠിച്ചു വെക്കുക. അത് പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റെമിറ്റന്റ് ഫീവറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 100°F എന്ന് പറഞ്ഞാൽ ഫീവർ ആണെന്നുള്ളത് നമുക്കറിയാം. 103 എന്നുള്ള അതിലും കൂടുതലാണ്. ഗ്രാഫ് മുകളിലേക്ക് പോയി കംസ് ടു ഡൗൺ, നോർമലിലേക്ക് വന്നിട്ടില്ല, 100°F വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ളത്. സോ ഈ ഒരു പാറ്റേൺ പറയുന്നതാണ് റെമിറ്റന്റ് ഫീവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഓർ കോട്ടിഡിയൻ ഫീവർ. ഇന്റർമിറ്റന്റ് ഫീവർ ഓർ കോട്ടിഡിയൻ ഫീവർ, ഇതിൽ ജസ്റ്റ് ഇന്റർമീഡിയറ്റിന്റെ എൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നോർമൽ ലൈനിലേക്ക് വരും, ടെമ്പറേച്ചർ നോർമൽ ലൈനിലേക്ക് വരും. ടെമ്പറേച്ചർ റൈസസ് ഫ്രം ദ നോർമൽ ഓർ സബ്നോർമൽ ടു ഹൈ ആൻഡ് ബേസിക് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. നേരത്തെ നമ്മൾ റെമിറ്റന്റ് കാണിച്ച പോലെ തന്നെ എന്തായിരിക്കും, സ്വിംഗിങ് മാനറിലായിരിക്കും എപ്പോഴും ഗ്രാഫ് ഉണ്ടാവുക, പക്ഷേ നോർമൽ ലൈനിനെ ടച്ച് ചെയ്യും. ഇന്റർമീഡിയറ്റിലെ എന്നെ ഒന്ന് ഓർത്ത് വെക്കുക. നോർമൽ ലൈനിനെ ടച്ച് ചെയ്യുന്ന ഫീവർ ആണ് ഇന്റർമീഡിയന്റ് ഫീവർ ഓർ കോട്ടിഡിയൻ ഫീവർ. കോട്ടിഡിയൻ ഫീവർ എന്ന് പറയാൻ കാരണം മലേറിയ മാലിഗ്നന്റ് മലേറിയ എന്നുള്ള ഇത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നുള്ള ഓർഗാനിസം ആണ്. സോ അതിലൊക്കെ മാലിഗ്നന്റ് മലേറിയയിലൊക്കെ മെയിനായിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീവർ ആണ് ഇന്റർമീഡിയന്റ് ഫീവർ. മാലിഗ്നന്റ് മലേറിയയുടെ മറ്റൊരു പേരാണ് കോട്ടിഡിയൻ ഫീവർ. മാലിഗ്നന്റ് മലേറിയയുടെ മറ്റൊരു പേരാണ് കോട്ടിഡിയൻ ഫീവർ എന്ന് പറയുന്നത്. മാലിഗ്നന്റ് മലേറിയ വരുത്തുന്ന ഓർഗാനിസം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരാണ്. അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഡിസീസ് കണ്ടീഷൻസ് പഠിക്കുമ്പോൾ പറയും. സോ ജസ്റ്റ് എങ്ങനെയാണ് പേര് വന്നതെന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. കോട്ടിഡിയൻ ഫീവർ എന്ന് പറയുന്നത് മാലിഗ്നന്റ് മലേറിയ ആണ്. പോസിറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. സോ ഇവിടെ നമ്മൾ ഇന്റർമീഡിയന്റ് ഫീവർ വരുമ്പോൾ എന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമുള്ള ചെറിയ ട്രിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ എടുക്കുക. ടെമ്പറേച്ചർ റൈസസ് ഫ്രം ദ നോർമൽ ഓർ സബ്നോർമൽ ടു ദ ഹൈ ആൻഡ് ബേസിക് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. സോ സ്വിംഗിങ് പാറ്റേണിലായിരിക്കും, നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും. റെമിറ്റന്റ് വരില്ല, പേര് തമ്മിൽ മാറിപ്പോകരുത്. സിമിലാരിറ്റി ഉള്ള നെയിമാണ്. സോ അങ്ങനെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചിലപ്പോൾ റെമിറ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചാടിക്കേറി കുത്തും. സോ കെയർഫുൾ ആയിരിക്കുക. ഇന്റർമീഡിയന്റ് എന്ന് പറയുന്നത് നോർമൽ ലൈനെ ടച്ച് ചെയ്യും. സോ ഈ ഒരു പാറ്റേൺ സ്വിംഗിങ് പാറ്റേൺ ആയിരിക്കും, പക്ഷേ ഈ ഒരു പാറ്റേണിലായിരിക്കും പോവുക. ഞാൻ ഈ വരച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് നോർമൽ ലൈൻ ആണ്. നേരത്തെ നമുക്കറിയാം നോർമൽ ലൈനിന്റെ എബോവ് ആയിരുന്നു. ഇവിടെ നോർമൽ ലൈന് അല്ലെങ്കിൽ സബ്നോർമൽ നോർമലി താഴേക്കും വരാം. സോ അത് ഓർത്ത് വെക്കുക. ഇന്റർമീഡിയന്റ് ഫീവർ എന്ന് പറയുന്നത് നോർമൽ ലൈനെ എങ്ങനെ പോയാലും ടച്ച് ചെയ്യും. റെമിറ്റന്റ് ടച്ച് ചെയ്യില്ല, ഇന്റർമീഡിയന്റ് ടച്ച് ചെയ്യും. ഇത് മലേറിയയിലൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. മാലിഗ്നന്റ് മലേറിയന്റെ മറ്റൊരു ഫീവർ പേരാണ് കോട്ടിഡിയൻ ഫീവർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർമീഡിയന്റ് ഫീവറിനെ കോട്ടിഡിയൻ എന്നും പറയുന്നുണ്ട്. സോ
ജസ്റ്റ് ഈ ഗ്രാഫ് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോർമൽ ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. Intermittent fever വെച്ചിട്ടുള്ള question. In which of the following fever body temperature alternate regularly between a period of fever and a period of normal or subnormal temperature? So normal or subnormal എന്നുള്ള വേർഡ് ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. നോർമൽ ഓർ സബ്നോർമൽ എന്നുള്ള ടെമ്പറേച്ചർ വരുന്ന സമയത്ത് എപ്പോഴും ഇന്റർമിറ്റന്റ് ആണ്. സോ നോർമലിലേക്ക് അല്ലെങ്കിൽ സബ്നോർമൽ ലൈനിലേക്ക് നമ്മൾ നോർമൽ ലൈനിനെ ടച്ച് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫീവർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലാപ്സിംഗ് ഫീവർ. ടെമ്പറേച്ചർ ഇൻക്രീസസ് ദെൻ നോർമൽ 2 to 3 days ദെൻ അഗൈൻ ഇൻക്രീസസ്. 2-3 ദിവസം ടെമ്പറേച്ചർ, ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി, രാവിലെ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരുന്നു, വൈകുന്നേരം അതേപോലെ തന്നെ ഒരു ദിവസം മൊത്തം നിൽക്കുന്ന പനി, അത് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് പനിയൊന്നുമില്ല, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെയും പനി. അപ്പോൾ കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെ കാണാം. സോ 2 ദിവസം ഇടവിട്ട് പനി അല്ലെങ്കിൽ 3 ദിവസം ഇടവിട്ട് പനി. അവർ പറയുന്ന റിലാപ്സിങ്, ആ പേരിൽ തന്നെ ഉണ്ട് റിലാപ്സിങ്, ചെറിയ റിലാക്സ് അങ്ങനെ ആലോചിക്കുക. റിലാപ്സിങ് ഫീവർ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബൊറീല ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ടിക്ക് ഓർ ലൈസ് ഇതുപോലത്തെ ഡിസീസിലൊക്കെ മെയിൻ ആയിട്ട് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഫീവർ ആണ് റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത്. ഇന്ന് ഫീവർ ഉണ്ടെങ്കിൽ 2-3 ദിവസത്തെ ഫീവർ ഒന്നും ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫീവർ വരും, പിന്നെ 2-3 ദിവസം ഉണ്ടാവില്ല, പിന്നെയും ഫീവർ വരും. അങ്ങനെ 2-3 ദിവസം ഇടവിട്ട് വരുന്ന പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിലൊക്കെ പോയി കാണിക്കുന്നത് അറിയാം. സോ അതിനെയാണ് റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത്. ഇന്ന് പനി ഉണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് ഉണ്ടാവില്ല, പിന്നെയും വരും. ഈ ഒരു പാറ്റേണിലായിരിക്കും പോവുക. ഒരു ദിവസം പനി ഉണ്ടെങ്കിൽ പിന്നെ ഒരു 2 to 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കാം. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഫീവറിനെ പറയുന്നതാണ് റിലാപ്സിംഗ് ഫീവർ. ടെമ്പറേച്ചർ ഇൻക്രീസസ് ദെൻ നോർമൽ വിത്തിൻ 2 to 3 days ദെൻ അഗൈൻ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടും, 2-3 ദിവസം ഇടവിട്ട് കഴിഞ്ഞ് പിന്നെയും പനി വരും. ആ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എലിവേഷനെ പറയുന്നതാണ് റിലാപ്സിംഗ് ഫീവർ. സോ നമ്മൾ കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ പറഞ്ഞു. അതിൽ പറഞ്ഞ പേര് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 degree Celsius എലിവേറ്റഡ് ആയിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, എലിവേറ്റഡ് ആയിട്ട് നിന്ന് പോവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ. റെമിറ്റന്റ് ഫീവർ നമ്മൾ പറഞ്ഞു സിംഗിങ് പാറ്റേണിലായിരിക്കും, എലിവേറ്റ് മോർ ദാൻ 2 degree Celsius ബട്ട് നോട്ട് കം ടു നോർമൽ റേഞ്ച്. പിന്നെ ഇന്റർമീഡിയന്റ് പറഞ്ഞു, ഇന്റർമീഡിയന്റ് ബോഡി ടെമ്പറേച്ചർ എലിവേറ്റഡ് ആയിരിക്കും, സിംഗിങ് പാറ്റേണിലായിരിക്കും, ബട്ട് കം ടു നോർമൽ. റിലാപ്സിംഗ് ഫീവർ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, ഇന്ന് പനി ഉണ്ടെങ്കിൽ 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയും പനി വരിക. ഇടവിട്ട പനിക്ക് പറയുന്നതാണ് റിലാപ്സിംഗ് ഫീവർ. സോ ടിക് ബൈറ്റ്, ലൈസ് പോലത്തെ ഇത്, അതേപോലെ തന്നെ ബൊറീലിയ ഇൻഫെക്ഷൻസിലൊക്കെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഫീവർ ആണ് റിലാപ്സിംഗ് ഫീവർ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫീവർ. ഇൻവേഴ്സ് എന്നുള്ള പേര് പോലെ തന്നെ ആലോചിക്കുക, തലകുത്തനെ മീൻസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മോർണിംഗ് എപ്പോഴും കുറവായിരിക്കും. രാവിലെ ഇപ്പോൾ ഒരു 4 മണി 5 മണി ആ ഒരു സമയത്തൊക്കെ നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു 1 degree കുറവായിരിക്കും. പക്ഷേ ലേറ്റ് ആഫ്റ്റർനൂൺ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞ് മെറ്റബോളിസത്തിന്റെ സമയമാണ് ഒരു 4 മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്ക് ശേഷം, 3 മണി 4 മണിക്കൊക്കെ ശേഷം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും എലിവേറ്റഡ് ആയി നിൽക്കുന്ന സമയമാണ്. സോ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് വിപരീതമായി ഇൻവേഴ്സ് ഫീവർ, അതിനെ ടൈഫോസ് ഇൻവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. TB, ബ്രൂസലോസിസ് പോലത്തെ ഇൻഫെക്ഷൻസിലൊക്കെ കാണുന്ന ഒരു ഫീവറാണ് ഇൻവേഴ്സ് ഫീവർ എന്ന് പറയുന്നത്. അതായത് വിപരീതമായിട്ട് മോർണിംഗ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ഈവനിങ് കുറവായിരിക്കും. നോർമലി ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്ന് പറയുന്നത് രാവിലെ 4 മണിക്കൊക്കെ ടെമ്പറേച്ചർ ഒരു 1 degree കുറവായിരിക്കും, ഈവനിങ് ഒരു 3 മണി 4 മണി സമയമൊക്കെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പീക്ക് ആയിരിക്കും എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ നമ്മളെ മെറ്റബോളിസം ഒക്കെ കൂടുതലായിട്ട് നടക്കുന്ന സമയം, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെറ്റബോളിസം ഒക്കെ നടന്ന് പീക്ക് ആവുന്ന ഒരു സമയമാണ് ഈവനിങ് 4 മണി എന്നൊക്കെ ലേറ്റ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു സമയത്ത് യൂഷ്വലി ഒരു നോർമൽ പേഴ്സന്റെ ബോഡിയിൽ ടെമ്പറേച്ചർ എലിവേറ്റഡ് ആയിരിക്കും. പക്ഷേ ഇൻവേഴ്സ് ഫീവർ ഉള്ള ആളുകൾ എങ്ങനെയായിരിക്കും, മോർണിംഗ് എപ്പോഴും ഇൻക്രീസ് ടെമ്പറേച്ചർ എലിവേറ്റഡ് ആയിട്ടും ഈവനിങ്ങിൽ ഡിക്രീസ്ഡ് ആയിട്ടും കാണിക്കുന്നതിനെയാണ് ഇൻവേഴ്സ് ഫീവർ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ടൈഫസ് ഇൻവേഴ്സ്. പിന്നെ വേറെ ഒരുപാട് ഫീവർ ഉണ്ട്, ഒണ്ടുലൻ ഫീവർ, മെഡിറ്ററേനിയൻ ഫീവർ, മാൾട്ട ഫീവർ, അതൊക്കെ സെയിം. ഒണ്ടുലൻ ബ്രൂസലോസിസ് എന്നൊക്കെ പറയുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് പേരാണ് ഒണ്ടുലൻ ഫീവർ അല്ലെങ്കിൽ മാൾട്ട ഫീവർ.
മെഡിറ്ററേനിയൻ ഫീവർ. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നമ്മൾ അത് കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറയും. സോ അത്രയാണ് നമ്മൾ ടെമ്പറേച്ചറെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വൈറ്റൽ സയൻസിൽ നമ്മൾ ടെമ്പറേച്ചർ ആണ് പറഞ്ഞത്. സോ ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ ഞങ്ങൾക്ക് അതിന്റെ ജസ്റ്റ് ഒരു റിവ്യൂ തരാം. നമ്മൾ പറഞ്ഞത് വൈറ്റൽ സയൻസ് ആണ്. വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് കാർഡിനൽ സയൻസ് ആണ്. നമ്മളെ ബോഡിയിൽ എന്ത് ആൾട്രേഷൻ ഉണ്ടെങ്കിലും നമ്മളെ വൈറ്റൽ സയൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഫോം ഓഫ് ഒബ്ജക്റ്റീവ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ബൈ സെൻസ് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വൈറ്റൽ സയൻസ് ആണ്. TPR BP ആണ് മെയിൻലി വൈറ്റൽ സയൻസിൽ വരുന്നത്. 5th വൈറ്റൽ സൈൻ ആയിട്ട് പറയുന്നത് പെയിൻ ആണ്. ഓർത്ത് വെക്കുക, 5th വൈറ്റൽ സൈൻ എന്ന് പറയുന്നത് പെയിൻ ആണ്. ഇൻ കേസ് ഓഫ് എമർജൻസി എപ്പോഴും SpO2 ആണ് വരിക. ഓക്സിജൻ സാച്ചുറേഷൻ ആണ് 5th വൈറ്റൽ സൈൻ ആയിട്ട് വരിക. പിന്നെ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ നമ്മളെ ഹീറ്റ് ലോസിനും ഹീറ്റ് ഗെയിൻ, അതായത് ഹീറ്റ് പ്രൊഡക്ഷനും ശേഷം നമ്മുടെ ബോഡിയിൽ നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 36 to 38 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിനെ പറയുന്ന പേരാണ് ബോഡി ടെമ്പറേച്ചർ എന്നുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ്. സെക്കൻഡറി എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്, ബോഡീന്റെ മെറ്റബോളിസം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോ തലാമസിന് 2 പോർഷൻ ഉണ്ട്, ആന്റീരിയർ പോർഷൻ, പോസ്റ്റീരിയർ പോർഷൻ. ആന്റീരിയർ പോർഷൻ ആണ് തെർമോജെനിസിസ് അഥവാ ഹീറ്റ് പ്രൊഡക്ഷൻ സഹായിക്കുന്നത്. പോസ്റ്റീരിയർ പോർഷൻ ആണ് എന്ത് തെർമോലൈസിസ് അഥവാ വിഘടിപ്പിച്ച് ഹീറ്റ് ലോസിന് സഹായിക്കുന്നത്. തെർമോജെനിസിസ് നമ്മൾ പറഞ്ഞു ഫുഡിന്റെ മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. 4-4-9 പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന മാക്രോ ന്യൂട്രിയൻസ് ആണ് അത് 3. പിന്നെ എക്സസൈസ്, ഓവുലേഷൻ പോലുള്ള ഹോർമോണൽ ചേഞ്ച്, ഡിസീസ് കണ്ടീഷൻസിലൊക്കെയാണ് തെർമോജെനിസിസ് കൂടുതലായിട്ട് നടക്കുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു തെർമോലൈസിസ്, ഹീറ്റ് ലോസ് ആണ്. ഹീറ്റ് ലോസ് ഉണ്ടാവുന്ന ഇത് നമ്മൾ പറഞ്ഞു സ്കിന്ന് വഴി നമുക്ക് ലോസ് ആവാം, നമ്മുടെ ഫീക്കൽ മാറ്റർ വഴി പോവാം, നമ്മുടെ പെർസ്പിറേഷൻ വഴി നമുക്ക് പോവാം, അതുപോലെ യൂറിൻ ഔട്ട്പുട്ട് വഴിയൊക്കെ നമുക്ക് ലോസ് ആവും. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സ്കിന്ന് വഴിയാണ്. 85% ലോസ് വരുന്നത് സ്കിന്ന് വഴിയാണ്. അതിന്റെ മെത്തേഡ്സ്, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ഇവാപ്രേഷൻ. കണ്ടക്ഷൻ എന്നുള്ള വേർഡ് വരുമ്പോൾ ആലോചിക്കുക, ഡയറക്റ്റ് കോൺടാക്ട് വരുന്നുണ്ട്. ഒരു സീറ്റിൽ നമ്മൾ കുറേ നേരം ഇരുന്നാൽ ആ സീറ്റ് ചൂട് പിടിക്കുന്നതാണ് കണ്ടക്ഷൻ. നമ്മളെ ബോഡിയിൽ ടെമ്പറേച്ചർ ആ സീറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ അതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോയി ആകെ ഹീറ്റായി വന്ന് നമ്മൾ ഫാൻ ഇട്ടപ്പോൾ നമ്മുടെ ബോഡി കൂളായി. സോ അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ നഷ്ടപ്പോവാണ്, ഹീറ്റ് ലോസ് ആണ് സംഭവിച്ചത്. സോ അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ വന്ന് നമ്മുടെ ബോഡിയിൽ എമിറ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുമായിട്ട് നമ്മളെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്ന് ടെമ്പറേച്ചർ ലോസ് ആവുന്നതിനെ പറയുന്നതാണ് റേഡിയേഷൻ. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ലോസ് ആവുന്നത് 60% ലോസ് റേഡിയേഷൻ ആണെന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. അടുത്തത് എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആണ്. നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് പോകും, ടെമ്പറേച്ചർ നഷ്ടപ്പെടും. അതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ നോർമൽ വാല്യൂസ് നമ്മൾ പറഞ്ഞു, ഓറൽ പറഞ്ഞു, ആക്സിലറി പറഞ്ഞു, റെക്ടൽ പറഞ്ഞു. ഓറൽ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നോർമൽ ആയിരിക്കും, 98.6 ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർക്കുക. ആക്സിലറി എന്ന് പറയുമ്പോൾ 97.6 1 ഡിഗ്രി ഫാരൻഹീറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ 0.6 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും എന്നുള്ള ആലോചിക്കാം. റെക്ടൽ എന്ന് പറയുമ്പോൾ എപ്പോഴും 1 ഡിഗ്രി കൂടുതലായിരിക്കും. കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെക്ടൽ ടെമ്പറേച്ചറും ടിംബാനിക് ടെമ്പറേച്ചറും ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് റെക്ടൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെയൊക്കെ മെത്തേഡ്സ് പറയുമ്പോൾ റെക്ടലിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ലെങ്ത് പറഞ്ഞു. ഇൻഫൻസിനാണെങ്കിൽ 0.5 ഇഞ്ചാണ്, ചിൽഡ്രൻസിനാണ് 1 ഇഞ്ചാണ്, അഡൽട്സിനാണെങ്കിൽ 1.5 ഇഞ്ചാണ്. പിന്നെ കോൺട്രാ ഇൻഡിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. റെക്ടൽ സർജറീസ് കഴിഞ്ഞ ഹെമറോയിഡ്സ് പോലത്തുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക്, ഡയേറിയ കണ്ടീഷൻസ് ഉള്ളവർക്ക്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, ഹാർട്ട് ഡിസീസ്, സ്പൈനൽ ഇഞ്ചുറി ഒക്കെ ഉള്ളവർക്ക് പാരാസിമ്പത്തിക് സ്റ്റിമുലേഷൻ ഉണ്ടാവും. കാരണം റെക്ടൽ ഏരിയ എന്ന് പറയുന്ന ഒരുപാട് നെർവ് എൻഡിങ്സ് ഉള്ള ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെയാണ് അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് വരുന്നത്. ഓറലി നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് നമ്മൾ പറഞ്ഞു കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല, സീഷറിൽ, കൊമാറ്റോസ് പേഷ്യൻസിൽ, ഓറൽ സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ വായിൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നതിന് സമയത്ത് ഓറലി നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിന്
നമ്മൾ പറഞ്ഞു ഹീറ്റോ കോൾഡോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യണം. തെർമോമീറ്റർ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് 3 to 5 മിനിറ്റ്സ് ആണ്. ടിംബാനിക് തെർമോമീറ്റർ ആണെങ്കിൽ ഓൺലി 0.2 സെക്കൻഡ്സ് സമയം മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ തെർമോമീറ്റർ ഇൻവെന്റ് ചെയ്തത് ഗലീലിയോ ഗലീലിയാണ്. മോഡേൺ തെർമോമീറ്റർ വന്നത് ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ്. പിന്നെ അതിന്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു 95 to 110 എന്നുള്ള റേഞ്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഇക്വേഷൻസ് ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്, C=F-32 × 5/9 C × 9/5 + 32. ആ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കുക, അതിന് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ 1.8 അപ്ലൈ ചെയ്തതും 0.56 അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അത് പറഞ്ഞു. ടിംബാനിക് തെർമോമീറ്റർ നമ്മൾ അഡൽട്ടിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ബാക്ക്വേർഡ് ആണെന്ന് പറഞ്ഞു. ചിൽഡ്രൻസിലാണെങ്കിൽ ഡൗൺവേർഡ് ബാക്ക്വേർഡ് ആണ് നമ്മൾ വെക്കുക എന്നുള്ളത് പറഞ്ഞു. 3 to 5 മിനിറ്റ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെയാണ് തെർമോമീറ്ററിന്റെ ഏരിയ വരുന്നത്. പിന്നെ തെർമോമീറ്റർ ബ്രേക്ക് ആവുകയാണെങ്കിൽ 3 സീൽഡ് കണ്ടെയ്നർ ആണെന്നുള്ള ആലോചിക്കുക. നമ്മൾ എന്തെങ്കിലും ബാക്കോ സക്കർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡ്രോപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ, സെക്കൻഡ് കണ്ടെയ്നർ, തേർഡ് കണ്ടെയ്നർ, മൂന്നാമത് സീൽഡ് കണ്ടെയ്നറിലാക്കിയിട്ടാണ് നമ്മൾ എടുത്തു വെക്കുക. ഹൈലി പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മെർക്കുറി ഹൈലി ഹീറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ തെർമോമീറ്ററിലും സിഗ്മോ മാനോമീറ്ററിലൊക്കെ മെർക്കുറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഫീവർ പറഞ്ഞു. ഫീവർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 99 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ വരുന്നതിനാണ് നമ്മൾ ഫീവർ എന്ന് പറയുന്നത്. ഫീവറിന് നമ്മൾ സ്റ്റേജസ് പറഞ്ഞു. ഓൺസെറ്റ് ഓർ ഇൻവേഷൻ, ടെമ്പറേച്ചർ കൂടുക, പനി വരുന്ന സ്റ്റേജിനെ പറയുന്നതാണ് ഓൺസെറ്റ് ഓർ ഇൻവേഷൻ. അതൊരു പീക്കായി നിൽക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റേഡിയം ഓർ ഫാസിസം. കുറയുന്നതിനെ നമ്മൾ ഡിക്ലൈൻ ആണെന്ന് പറയുന്നത്. കുറയാന്നുള്ളത് ഡിക്ലൈൻ അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്രൈസിസ് ആൻഡ് ലൈസിസ്. ക്രൈസിസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ട്രൂ ക്രൈസിസും ഉണ്ട്, ഫാൾസ് ക്രൈസിസും ഉണ്ട്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ലോസിനെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ലൈസിസ് എന്ന് പറഞ്ഞാൽ സിക്സാക് അല്ലെങ്കിൽ സ്ലോ മാനറിൽ വരുന്നതിനാണ് ലൈസിസ് എന്ന് പറയുന്നത്. ട്രൂ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആവും. ടാക്കിക്കാർഡിയ, ഷിവറിങ്, പാൽപിറ്റേഷൻ പോലത്തെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോർമലിലേക്ക് വരുന്നതാണ് ട്രൂ ക്രൈസിസ്. നോർമൽ പേഷ്യന്റ് കണ്ടീഷൻ നോർമൽ ആവും. ഫാൾസ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളതാണ്. സോ അതിൽ ടെമ്പറേച്ചർ മാത്രമേ നോർമൽ ആവുന്നുള്ളൂ, പേഷ്യന്റെ കണ്ടീഷൻ ഇപ്പോഴും ബാഡ് ആണ്, ഡേഞ്ചറസ് സൈൻ ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ഫീവർ നമ്മൾ പറഞ്ഞു. കോൺസ്റ്റന്റ് ഫീവർ, കണ്ടിന്യൂസ് ഫീവർ, കോൺസ്റ്റന്റ് ഫീവർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫീവർ. അതിൽ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയി എപ്പോഴും ഒരു 2 ഡിഗ്രി സെൽഷ്യസിന്റെ എലിവേഷൻ ആണ് ഉണ്ടാവുക. അടുത്തത് റെമിറ്റന്റ് പറഞ്ഞു. റെമിറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നോർമൽ ലൈനെ ടച്ച് ചെയ്യില്ല, എപ്പോഴും മോർ ദാൻ ഒരു 2 ഡിഗ്രി എലിവേഷനിലാണ് നിൽക്കുക. കൂടാം കുറയാം സ്വിംഗിങ് പാറ്റേണിലായിരിക്കും, ഒരിക്കലും നോർമൽ ലൈനെ അത് ടച്ച് ചെയ്യില്ല. ഇന്റർമിറ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോർമൽ അല്ലെങ്കിൽ സബ്നോർമലിലേക്ക് വരാം. നോർമൽ അല്ലെങ്കിൽ സബ്നോർമൽ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇന്റർമിറ്റന്റ് കുത്തുക. പിന്നെ റിലാപ്സിങ് ഫീവർ, ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് റിലാപ്സ്. ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു ദിവസം ഫീവർ ആണെങ്കിൽ 2-3 ദിവസം ഇടവിട്ടിട്ടായിരിക്കും അടുത്ത ഫീവർ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആയിട്ട് കാണിക്കുക. അടുത്തത് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫീവർ, വിപരീതമായി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വിപരീതമായിട്ടാണ് വരിക. നോർമലി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ രാവിലെ കുറവും ഈവനിങ് കൂടുതലായിരിക്കും. പക്ഷേ ഇൻവേഴ്സ് ഫീവറിൽ വരുന്ന സമയത്ത് ഇൻവേഴ്സ് ഫീവർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതാണ്, തല കുത്തനെയായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. രാവിലെ ടെമ്പറേച്ചർ കൂടുതലും ഈവനിങ് കുറവുമായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമ്മൾ വൈറ്റൽ സയൻസിൽ ടെമ്പറേച്ചറിനെ കുറിച്ചിട്ട്. സോ ആണ് ഇന്നത്തെ ക്ലാസ്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നു. ഒരു ഏരിയയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ചെറിയൊരു ഏരിയ ആണ് പറയുമ്പോൾ വൈറ്റൽ സയൻസ് പോലുള്ള ഒരു ഏരിയ. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുകയും ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കണ്ടന്റ് നമുക്ക് ഇനിയുണ്ട്, ഇത്രയും സബ്ജക്ട്സ് ഉണ്ട്, ഇത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് 4 മന്ത്സിന്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകണം. ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബേസിക്കിൽ നിന്ന് പോലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് എല്ലാവരും ഉൾക്കൊള്ളുക. സോ സമയം ഇനിയും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്. ഇനിയും നമ്മൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 2025 എന്നുള്ളൊരു വർഷത്തിൽ നമ്മളൊരു ഗവൺമെന്റ് ജോലി എത്തുക, ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് തരുന്ന സെക്യൂരിറ്റി, ആ ഒരു ആഗ്രഹിക്കാത്തവർ ഒരാളും ഉണ്ടാവില്ല. നമ്മളെ ഡിപ്പെൻഡൻസിനൊക്കെ അത്രയും സെക്യൂർ, നമ്മൾ അത്രയും കാലം നമ്മളെ അച്ഛനും അമ്മയും ഒക്കെ പഠിപ്പിച്ച് എത്രയൊക്കെ ആയിരിക്കും നമ്മളെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. സോ അതൊക്കെ ഓർക്കുക. നമുക്ക് ഇനി അങ്ങോട്ട് അവരെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസ് ആണ്. സോ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം. ഈ പ്രൈവറ്റ് ജോലി കൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും ആവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഇത്ര കാലം ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു പെർമനൻസ് ഇല്ല, ഒരു സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല, ഒരു ഇൻഷുറൻസ് എന്ത് തരത്തിൽ നോക്കിയാലും
ഒരു ഗവൺമെന്റ് ജോലി തരുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. സാലറി എങ്ങനെ നോക്കിയാലും വളരെ വലുതാണ്. സോ 2025 തന്നെ എല്ലാവരും DMEക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ, DME അല്ല എല്ലാ എക്സാമും, ഇനി വരുന്ന എല്ലാ എക്സാമും ഞാൻ പറഞ്ഞ പോലെ ഹോമിയോ ഉണ്ട്, JPHN ഉണ്ട്, DME ഉണ്ട്, എല്ലാ എക്സാമും നോക്കി നോക്കി നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വിങ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മീൻസ് ഞങ്ങൾ എല്ലാവരും ഫാക്കൽറ്റീസ് എല്ലാവരും ആ ഒരു റേഞ്ചിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ സാധാരണ ഒരു നിലയിൽ നിന്നിട്ട് കുറച്ച് ഒരു ജോബ് നേടിയെടുത്തിട്ടുള്ള ആളുകളാണ്, കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ മാക്സിമം നമ്മളെ കൂടെ കൂടുക. 1 ആണ് നമ്മൾ ആകെ ഡെയിലി ക്ലാസ് എടുക്കുന്നത്. 8:30ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 1 അവർ ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാജുവലി നിങ്ങൾ ആ ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തി തന്നെ കൊണ്ടുവരും. വീക്ക്ലി ടെസ്റ്റ് സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഇടും. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ റേഞ്ച്, നമ്മളെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, കുറവാണോ, കൂടുതലാണോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാജുവലി ആ ഒരു മന്ത്സ് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് ഫോളോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് അടുത്ത DME നമുക്ക് പിടിക്കാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മറ്റുള്ള എക്സാമുകൾ പോലെ അത്ര കോമ്പറ്റീഷൻ ഒന്നുമല്ല. സാധാ ഒരു കേരള PSC എന്ത് മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിലും സാധാ ഒരു കേരള PSC കഷ്ടപ്പെടുന്നത് ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മളെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. എത്രയാണ് അവരെ കട്ട് ഓഫ് എന്നുള്ള ആലോചിക്കുക, അവർ എത്ര കണ്ടന്റ് പഠിക്കുന്നുണ്ട് എന്നുള്ള ആലോചിക്കുക, അവർ എന്ത് കോഴ്സ് പഠിച്ചിട്ടാണ് ഇപ്പോൾ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ആലോചിക്കുക. നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, നമ്മളെ സബ്ജക്ട്സിന് മാത്രമേ അത് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ സബ്ജക്ട് നല്ല രീതിയിൽ നഴ്സിംഗ് കവർ ചെയ്താൽ ഏതൊരു എക്സാമും നമുക്ക്, നഴ്സിംഗ് ഓറിയന്റഡ് ഏത് എക്സാമും നമുക്ക് പിടിക്കാൻ പറ്റും. സോ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക, സത്യം ഉൾക്കൊള്ളുക. ഇനിയും നമ്മൾ സമയം കളയാന്നുള്ളത് ഭയങ്കര ശുദ്ധ മണ്ടത്തരായിരിക്കും. യുക്തിപൂർവ്വം ചിന്തിക്കുക എല്ലാവരും. അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ മാക്സിമം പറ്റുന്നവരൊക്കെ ഇനി തൊട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നാളെ ഒരു മോഡൽ ക്ലാസ് കൂടി ഉണ്ടാവും. സോ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നമ്മൾ പോകുന്നൊരു ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. അതിൻ്റെ ജസ്റ്റ് ഒരു സാമ്പിൾ, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള മോഡലിലാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്